ചെയ്യുന്നു. എൻ്റെ പേര് സൗമ്യ സിനു. കണ്ണൂർ ജില്ലയിലെ മാത്തിൽ നിന്നും ജോയിൻ ചെയ്യുന്നു. ഏകദേശം 2 മാസമായി ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ട്. നമ്മളെല്ലാവരും ഒത്തിരി ആഗ്രഹിക്കുന്ന ഒന്നാണല്ലോ ഫൈനാൻഷ്യൽ ഫ്രീഡം. നമ്മുടെ തിരക്കുകൾക്കിടയിൽ നിന്ന് കുറച്ച് സമയം മാറ്റി വെച്ചുകൊണ്ട് എങ്ങനെ എക്സ്ട്രാ ഒരു ഇൻകം നേടാം, ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിന് വേണ്ടി നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്യുന്നത് ജോമോൾ മേഡമാണ്. മേഡം ബാംഗ്ലൂരിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. ഒരു വീട്ടമ്മയിൽ നിന്നും ഒരു മികച്ച എന്റർപ്രനറായി മാറിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് മേഡം. നിങ്ങളുടെ എവരുടെയും അനുവാദത്തോടുകൂടി മേഡത്തെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. വെൽക്കം ജോമോൾ മാം. ഓക്കെ, താങ്ക് യു സൗമ്യ മാം. എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കാം. ഓക്കെ. സൗമ്യ മാം വളരെ നല്ല രീതിയിൽ മനോഹരമായിട്ട് എന്നെ പരിചയപ്പെടുത്തി തന്നു. എന്നാലും ഞാൻ എന്നെ ഒന്നും കൂടി ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് ജോമോൾ എന്നാണ്. ഞാൻ ബാംഗ്ലൂർ ബിലക്കള്ളി എന്ന സ്ഥലത്താണ് നിന്നാണ് ജോയിൻ ആയിരിക്കുന്നത്. നാട്ടില് ഞാൻ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലാണ് എൻ്റെ വീട്. അപ്പോൾ ഞാൻ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ചെറിയൊരു സ്ലൈഡിന്റെ സഹായത്തോടു കൂടിയാണ്. നിങ്ങളെല്ലാവരും ഇപ്പൊ ചെയ്യേണ്ടത്, ഒരു ആദ്യമായിട്ട് ജോയിൻ ആയിട്ട് വന്നിരിക്കുന്നവര് ഇത് ആദ്യം മുതൽ അവസാനം വരെ കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ബിസിനസിനെ കുറിച്ച് നമുക്കൊരു സ്ലൈഡോടുകൂടി പരിചയപ്പെടാം. ഓക്കെ. ഓക്കെ, നമുക്ക് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഒരു ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു അനേകം എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് അതിന്റെ പിന്നാലെ ടെൻഷൻ അടിച്ചു പോകുന്ന ഒരു സംരംഭമായിട്ടാണ് അല്ലെ? അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ ഏതൊരു സാധാരണക്കാരനും ഇവിടെ വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റ്, ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റിയിലൂടെ ബിസിനസ് ചെയ്യാൻ പറ്റും. അവർ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരായിരുന്നാലും ആ വർക്കിനോടൊപ്പം തന്നെ പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈം ആയിട്ടും ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈൻ ആയിട്ടും ഒക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണിത്. ഇതിപ്പോ എങ്ങനെ ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ ബിസിനസ്സിലായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ എങ്ങനെ സാധിക്കുമെന്നാണ് നിങ്ങൾ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? അപ്പോൾ നമുക്ക് ഇവിടെ സാധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വിന്നിംഗ് ടീം എന്ന ഒരു ഓർഗനൈസേഷന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഇത് ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം എന്താണ് വിന്നിംഗ് ടീം? ദ ടീം ഓഫ് ചാമ്പ്യൻ. അതായത് ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് ലക്ഷക്കണക്കിന് വരുമാനം എത്തിച്ചുകൊണ്ട് കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ഈ വിന്നിംഗ് ടീം. ഈ വിന്നിംഗ് ടീമിന്റെ സഹായത്തോടെ ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് സിഇഒ, അതായത് കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. അപ്പം നമ്മളെല്ലാവരും കസ്റ്റമർ ആണ് അല്ലെ? നമ്മൾ ഒരു കടയിൽ കയറി സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ ഒരു കസ്റ്റമറാണ്. അപ്പൊ നമുക്ക് അവിടെ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് കസ്റ്റമറായിട്ട് നിൽക്കുമ്പോൾ കസ്റ്റമറായിട്ട് തന്നെ നിൽക്കാനേ നമുക്ക് അവിടെ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ സിഇഒയിലൂടെ ഈ കസ്റ്റമറിനെ സ്മാർട്ട് കൺസ്യൂമർ ആക്കി മാറ്റിയെടുക്കാവുന്ന ഒരു എഡ്യൂക്കേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഒരു സാധാരണ ഒരു വ്യക്തിയുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു സുവർണ അവസരമാണ് നമുക്ക് സിഇഒയിലൂടെ ലഭിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ പിക്ചറിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു വ്യക്തിയുടെ സ്വപ്നങ്ങളെ നമ്മൾ ഇവിടെ ഒരു പിക്ചറൈസ്ഡ് ചെയ്തിരിക്കുകയാണ് അല്ലെ? വാട്ട് ഈസ് യുവർ ഡ്രീം? എന്താണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ? അതായത് നമ്മൾ സ്വപ്നം കാണാത്തവരായിട്ട് ആരുമില്ല. അപ്പൊ നമുക്ക് ഒരു സാലറീഡ് വ്യക്തിയാണെങ്കിൽ നമുക്ക് ഒരു പ്രതി മാസം നമുക്ക് ഒരു സാധാരണ സാലറീഡ് വ്യക്തിക്ക് നമുക്കൊരു 30,000-40,000 രൂപയിൽ കൂടുതൽ നമുക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ നമ്മൾ ആ ഒരു അവസരത്തിൽ നമ്മൾ റെന്റഡ് ആണെങ്കിൽ, റെന്റ് കൊടുത്ത് നമ്മളൊരു വീട് എടുത്ത് താമസിക്കുകയാണെങ്കിൽ നമ്മുടെ റെന്റ് അടയ്ക്കണം. അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണം, കുടുംബച്ചെലവിന് വേണം. അങ്ങനെ ഇങ്ങനെ ഓരോ നീഡ്സ് ആണ് നമുക്കുള്ളത്. കാരണം നമ്മുടെ ഡിസൈറുകളെല്ലാം നമ്മുടെ ഇവിടെ
മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ നീഡ്സിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് സാലറി മേടിച്ചു പോകുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത്. നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ ഡിസൈറുകളെ എല്ലാം നമുക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും. എന്താണ് നമ്മുടെ ഡിസൈറുകൾ? നമുക്ക് ഒരു സ്വന്തമായിട്ടൊരു ഭവനം വേണം, അതുപോലെ തന്നെ ഒരു വിദേശയാത്ര പോകണം, അതുപോലെ തന്നെ നമുക്ക് ലക്ഷറി ലൈഫ് ആസ്വദിക്കണം, ധാരാളം പണം സമ്പാദിക്കണം, നല്ല ഒരു നമുക്ക് നല്ലൊരു ആരോഗ്യത്തോടു കൂടി ജീവിക്കണം. അങ്ങനെ പല പല ഡ്രീംസ് ആണ് നമുക്കുള്ളത്. അപ്പൊ ഈ ഡിസൈറുകൾ നമുക്ക് സാധിക്കാൻ പറ്റാത്ത ഈ ഡിസൈറുകളെല്ലാം നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റിയിലൂടെ സാധിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ കിട്ടാൻ പോകുന്ന എന്തൊക്കെ ലഭിക്കുമെന്നാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇതിൽ നമ്മൾ എക്സ്ട്രാ ഒരു ഇൻകം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതായത് എക്സ്ട്രാ ഒരു ഇൻകം എന്ന് ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ സാധാരണ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ ആ ജോലിയോടൊപ്പം തന്നെ നമ്മൾ ഈ ബിസിനസ് നമ്മൾ മൂവ് ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഒരു മാസം 10-ാം തീയതി നമുക്ക് നല്ലൊരു ഇൻകം നമുക്ക് കമ്പനി നമ്മുടെ അക്കൗണ്ടിൽ തന്നെ നമുക്ക് നിക്ഷേപിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളൊരു വീട്ടമ്മയാണെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടു ജോലികളൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം മാറ്റി വെച്ചതിന് ശേഷം കിട്ടുന്ന ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കണക്റ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പാസീവ് ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഞാനും ഒരു വീട്ടമ്മയായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ അനുഭവമാണ് ഞാൻ ഈ എക്സ്ട്രാ ഇൻകത്തിലേക്ക് നിങ്ങൾക്ക് വിട്ട് ഞാൻ മനസ്സിലാക്കി തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞ് കുട്ടികളായതിനു ശേഷം എനിക്ക് ജോലിക്ക് പോകാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വന്നു. അപ്പോൾ എൻ്റെ ഭർത്താവിനും ആ സമയത്ത് ജോലി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ. അപ്പൊ രണ്ടുപേർക്കും ജോലിയില്ല. എങ്ങനെ മുന്നോട്ട് പോകും? ലൈഫ് എങ്ങനെ മുന്നോട്ട് പോകും? അപ്പൊ അങ്ങനെ കുറിച്ച് ആലോചിച്ച് നിന്നപ്പോൾ ഞാൻ എന്തുകൊണ്ട് എനിക്കൊരു എക്സ്ട്രാ ഒരു ഇൻകത്തിന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുകൂടാ എന്നിങ്ങനെ ആലോചിച്ച് ഞാൻ സ്വന്തമായിട്ട് തന്നെ ഒരു ബിസിനസ് കണ്ടെത്തുകയും ആ ബിസിനസ്സിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു അവസരത്തിലാണ് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്റ്റഡ് ആവുന്നത്. അപ്പോൾ ഞാൻ ഈ ഓപ്പർച്യൂണിറ്റിയിൽ വന്നിട്ട് ഒരു വർഷമായി. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നിന്നുകൊണ്ട് ഒരു എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടി ഒരു വീട്ടമ്മയായിട്ട് എനിക്ക് കിട്ടുന്ന അവസരം ഞാൻ പാഴാക്കാതെ എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയ ഓപ്പർച്യൂണിറ്റിയിൽ നിന്ന് റിസൾട്ട് മറ്റുള്ളവരിലൂടെ പങ്കുവെച്ചുകൊണ്ട് ഞാനിപ്പോൾ ഒരു നല്ലൊരു എക്സ്ട്രാ വരുമാനത്തിന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടമ്മ കൂടിയാണ്. അപ്പം നമുക്ക് സ്വയം പര്യാപ്തത കൈവരിക്കാൻ സാധിക്കും. ഏതൊരു വീട്ടമ്മയ്ക്കും അവരുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് നമുക്ക് വെളിപ്പെടുത്തുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥിയാണ്, ഒരു 18 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി ഈ പ്ലാൻ കേൾക്കുകയാണെങ്കിൽ ആ വിദ്യാർത്ഥി നമ്മൾ പഠിക്കുന്നതിന് അതിനോടൊപ്പം തന്നെ ഈ ബിസിനസ്സിനെ ഒരു എക്സ്ട്രാ ഇൻകം ആക്കി മാറ്റാൻ വേണ്ടി പരിശ്രമിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 5 വർഷം ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ തീർച്ചയായും ആ വിദ്യാർത്ഥിക്ക് പഠിച്ച് നമ്മൾ ജോലി വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ ഇൻകം നമുക്ക് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുള്ളതാണ്. ഒരു റിട്ടയർമെന്റ് ലൈഫിലേക്ക്, ഈ ബിസിനസ്സിൽ ഒരു റിട്ടയർമെന്റ് ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് നമുക്ക് കിട്ടുന്നതാണ് ഫിനാൻഷ്യൽ ഫ്രീഡം. ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ജോലിക്ക് അനുസരിച്ചുള്ള വരുമാനം അനുസരിച്ചാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അപ്പൊ നമ്മൾ ഒരു കടയിൽ കയറി ഒരു സാധനങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പൈസ ബഡ്ജറ്റിനനുസരിച്ചുള്ള സാധനങ്ങളാണോ എന്നാണ് നമ്മൾ ആദ്യം നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത് ബഡ്ജറ്റിനനുസരിച്ചല്ല, നമുക്കൊരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു പക്ഷെ അത് നമ്മുടെ ബഡ്ജറ്റിനേക്കാൾ കൂടുതൽ എമൗണ്ട് ആണെങ്കിൽ നമ്മളത് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരുന്നുണ്ടാകും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഈ ഓപ്പർച്യൂണിറ്റി നമ്മൾ നന്നായി നിന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം പ്രൈസ് ടാഗ് പോലും നോക്കാതെ നമുക്ക് വാങ്ങാൻ സാധിക്കുന്നുള്ളതാണ് ഇതിന്റെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ കാണുന്നതാണ് ടൈം ഫ്രീഡം. ടൈം ഫ്രീഡം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം നമ്മുടെ ജോലിക്ക് ഏത് രീതിയിലുള്ള ജോലിക്ക് അതനുസരിച്ചാണ് നമുക്ക് ടൈം ഫ്രീഡം ലഭിക്കുന്നത്. ഇപ്പൊ ഒരു 8 മണി തൊട്ട് 5 മണി വരെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത്രയും സമയം നമുക്ക് വേറെ എവിടെയെങ്കിലും നമ്മുടെ കുട്ടികൾക്കായിട്ടും നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കായിട്ടും ഒക്കെ നമുക്ക് പോകേണ്ട ഒരു അവസരം വരും. നമ്മൾ മറ്റൊരു കമ്പനിക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുകയാണെന്ന് ഓർക്കണം. അപ്പോൾ അവരുടെ ഒരു അനുവാദം നമ്മൾ ചോദിച്ചു വാങ്ങി അതിനുവേണ്ടി കാത്തു നിൽക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അനുവാദം കിട്ടിയാലും വരും, കിട്ടിയില്ലെന്നും വരും. അപ്പൊ നമുക്കൊരു പെർമിഷൻ ആണെങ്കിലും ഒരു ലീവ് ആണെങ്കിലും എടുക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു പേയ്മെന്റ് കട്ടിങ് ആണ് അവിടെ ചെയ്യുക, അവിടെ നമുക്ക് പോണത്. അപ്പൊ നമുക്ക് ആകെ വളരെ ഒരു ടെൻഷനാണ്. കാരണം ഇങ്ങനെയുള്ള ഒരു വർക്ക് ചെയ്യുന്ന ഒരിടത്ത് വർക്ക് ചെയ്തു വന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പൊ എനിക്കറിയാം ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലായിട്ട് വന്നു കഴിയുമ്പോൾ ഏത് സമയത്തും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു ടൈം ഫ്രീഡം എടുത്തുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കൊരു ഫ്രീഡം ആക്കി എടുത്തുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു അവസരമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അടുത്തതായിട്ടാണ് നമ്മൾ ഗുഡ് ഹെൽത്ത്. അപ്പം ഇതുപോലെ തന്നെ എല്ലാ എക്സ്ട്രാ ഇൻകവും ഫിനാൻഷ്യലും ടൈം ഫ്രീഡം പോലെ തന്നെയാണ് നമ്മുടെ ഗുഡ് ഹെൽത്ത് എന്ന് നമുക്ക് വേണ്ടത്.
ഹെൽത്ത് ആൻഡ് വെൽത്ത് എന്നല്ലേ എപ്പോഴും നമ്മൾ പറയുന്നത്. നല്ലൊരു ഹെൽത്ത് ഇല്ലെങ്കിൽ നമുക്കൊരു വെൽത്ത് സമ്പാദിക്കാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ ഒരു പിന്നെ അത്ര നല്ല ഹെൽത്ത് ഉള്ള ആളായിരുന്നില്ല. ഞാൻ എൻ്റെ ചെവിയുടെ ഒരു പ്രശ്ന സംബന്ധമായിട്ട് ഒരു 8 വർഷം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ടാബ്ലറ്റ് കഴിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഷുഗർ പിടിപെട്ടു. ആ ഷുഗറിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഷുഗറിന്റെ ടാബ്ലറ്റ് കഴിച്ച് അതും സൈഡ് എഫക്റ്റ് വന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി എൻ്റെ ചേച്ചിമാരിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അവരെനിക്ക് പറഞ്ഞു തന്നു, നമ്മുടെ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ ഗ്ലൂക്കോ ഹെൽത്ത് നീം ഒക്കെ കഴിച്ചു കഴിയുമ്പോൾ നിനക്ക് നല്ലൊരു ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കുമെന്ന് അവരാണ് എന്നെ ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് കൊണ്ടുവന്നത്. അപ്പം ഞാൻ അവർ പറഞ്ഞതുപോലെ തന്നെ ഈ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് മനസ്സിലാക്കുകയും എൻ്റെ ടാബ്ലറ്റിനോടൊപ്പം തന്നെ ഈ ഗ്ലൂക്കോ ഹെൽത്തും നീമും ഒക്കെ കഴിച്ച് ഞാനിപ്പോൾ ഷുഗർ കൺട്രോളിൽ കൊണ്ടുപോയി നല്ലൊരു ആരോഗ്യം വീണ്ടെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് വന്ന ഒരു പ്രശ്നം കാരണം കൊളസ്ട്രോൾ കൂടുതൽ കാരണം നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റായ കുക്കിംഗ് ഓയിൽ തവിടെണ്ണ നമ്മൾ അതിനകത്ത് ഒമേഗ 3 കൂടുതലുള്ളത് കൊണ്ട് നല്ല കൊളസ്ട്രോളിനെ കൂടുതലായും അല്ലാത്ത കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം അതിനകത്തുള്ളത് കൊണ്ട് അത് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം എനിക്ക് അറിയത്തില്ലായിരുന്നു, മരുന്ന് കഴിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു എൻ്റെ ഹസ്ബൻഡ്. എങ്ങനെ ഞാൻ ഇവർക്ക് ഇത് കൺട്രോൾ ആക്കും, ഇവരുടെ ഈ കൊളസ്ട്രോൾ എങ്ങനെ കൺട്രോൾ ആക്കും എന്നുള്ള വിഷമിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ഈ തവിടെണ്ണയെ കുറിച്ച് കേൾക്കാനിടയായത്. നമ്മുടെ ഈ പ്രൊഡക്റ്റുകൾ ഒന്നിനൊന്നിന് മെച്ചപ്പെട്ട പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ റിസൾട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു പ്ലാൻ പ്രസന്റേഷനായിട്ട് അവതരിപ്പിക്കാൻ ഞാൻ ഇവിടെ വരിക തന്നെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അങ്ങനെ നമുക്ക് ഒരു നല്ലൊരു ഹെൽത്തോടു കൂടി ഈ ഓപ്പർച്യൂണിറ്റിയിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. നെക്സ്റ്റ് നമ്മൾ കിട്ടുന്നതാണ് ലീവ് എ ലെഗസി. ഒരു ലെജൻഡായിട്ട് ജീവിക്കാൻ താല്പര്യമില്ലാത്തവരാരാ ഉള്ളത്? എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറണമെന്ന് ആഗ്രഹമില്ലാത്തവരാരും നമുക്കിടയിലില്ല. അപ്പൊ നമുക്ക് നമ്മുടെ മാതാപിതാക്കന്മാരെയും അവരുടെ അച്ഛനമ്മമാരെയൊക്കെ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. അതിനു മുന്നുള്ള തലമുറകളെയൊന്നും നമുക്ക് അറിയുന്നില്ല. കാരണം അവർ നമുക്ക് പാസീവ് ഇൻകം ആയിട്ട് നമുക്കൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. നമ്മൾ പണിയെടുക്കുന്നു, ജീവിക്കുന്നു, നമ്മൾ കഴിയുന്നു. അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നമ്മളിപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഈ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മക്കൾക്കും അവരുടെ മക്കൾക്കും പാസീവ് ഇൻകം ആയിട്ട് നമുക്ക് മാറ്റിക്കൊടുക്കാൻ സാധിക്കുന്ന ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് ഇതിനെ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ്. അടുത്തതാണ് നമുക്ക് ഏർലി റിട്ടയർമെന്റ്. ഏർലി റിട്ടയർമെന്റ് എന്ന് പറയുമ്പോൾ ഒരു എംപ്ലോയി വ്യക്തിയാണെങ്കിൽ, ഒരു സാധാരണ എംപ്ലോയി വ്യക്തി ഒരു 50, 55, 60 വയസ്സാകുമ്പോഴേക്കും നമ്മൾ റിട്ടയർമെന്റ് ലൈഫിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു പെൻഷൻ വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് പെൻഷൻ പ്രതീക്ഷിക്കാം. അല്ലാതെ സാധാരണ ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഒരു പെൻഷനും ഇല്ല, വേറൊരു ബെനിഫിറ്റും നമുക്കൊന്നും ഉണ്ടാക്കി വയ്ക്കാനുള്ള ഒരു കണ്ടീഷൻ പോലും നമുക്ക് ഉണ്ടായിരിക്കില്ല. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ മക്കൾ അവർ പ്രാരാബ്ധക്കാരായി കഴിയും, നമ്മൾ അവരെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വരും. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ ആകെ മൊത്തം വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് മരുന്നിന് പോലും ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്നിരിക്കില്ല. അഥവാ പെൻഷൻ പറ്റുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ പെൻഷൻ നമ്മുടെ ഹോസ്പിറ്റലിൽ കൊടുക്കുവാനുള്ള ഒരു എമൗണ്ടും പോലും തികയുന്നില്ലെന്നാണ് ഇവിടെ ഒരു വാസ്തവം. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇപ്പോൾ തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കുവാണെങ്കിൽ നമ്മൾ ഒരു 5 വർഷം നമ്മൾ ഇതിനകത്തേക്ക് വന്ന് ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് വന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു റിട്ടയർമെന്റ് ലൈഫിൽ നമുക്ക് ആരെയും ആശ്രയിക്കാതെ നമുക്ക് ജീവിക്കാനുള്ള ഒരു ഇൻകം ഉണ്ടാക്കിയെടുക്കുവാനും അത് നമുക്കൊരു പാസീവ് ഇൻകം ആയിട്ട് പാസ് ചെയ്യാനും നമ്മുടെ മക്കളിലേക്ക് പാസ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നുള്ളതാണ് ഈ ഓപ്പർച്യൂണിറ്റിയിലൂടെ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു പ്രത്യേകത. ഇനി ഒന്നാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നെ കുറിച്ച് തന്നെയാണ്. ഞാൻ ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് വന്നിട്ട് 1 വർഷം കഴിഞ്ഞു. ഒരു MC ചെയ്യുവാനോ ഒരു പ്ലാൻ ചെയ്യാനോ ഞാൻ മുന്നോട്ട് വന്നില്ല. ഞാൻ ഉപയോഗിച്ചിരുന്ന പ്രൊഡക്റ്റുകളുടെ ഗുണനിലവാരമൊക്കെ മനസ്സിലാക്കി മറ്റുള്ള 1, 2 വ്യക്തികളിലൂടെ ഞാനിങ്ങനെ പറഞ്ഞ് അവരെ മനസ്സിലാക്കുന്നതല്ലാതെ ഒരു 4 പേരുടെ മുന്നിൽ ഈ എങ്ങനെ ഇത് പറഞ്ഞു ഒരു പറയുന്നുള്ളതിന്റെ ഒരു സഭാകമ്പം എന്ന് പറയാം, അതെനിക്കുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് വന്ന റിസൾട്ട് എനിക്ക് നല്ലൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ചെയ്യാൻ എനിക്ക് ആത്മവിശ്വാസമാണ് എനിക്ക് തന്നത്. എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റിയിൽ വന്ന് കിട്ടിയത് ഒരു ആത്മവിശ്വാസമാണ്. നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഒരു പ്രസന്റ് ചെയ്യാനുള്ള ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആക്കി എടുക്കാൻ എനിക്ക് സാധിച്ചത്. അതുപോലെ തന്നെയാണ് ട്രാവൽ അറൗണ്ട് ദ വേൾഡ്. അതായത് നമുക്കിപ്പോൾ അറിയാം, നമ്മുടെ വരുമാനത്തിൽ നമുക്ക് എവിടെയും
പോകാൻ ചിലർക്ക് സാധിക്കും, ചിലർക്ക് സാധിച്ചെന്ന് വരികയില്ല. നമ്മുടെ കേരളത്തിനുള്ളിലുള്ള പ്ലേസിലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ ഏതെങ്കിലുമൊക്കെ ഒരു പ്ലേസിൽ നമുക്ക് ഉള്ള വരുമാനം വെച്ച് പോയിട്ട് വരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, നമ്മൾ പോയിട്ടുള്ളപ്പോൾ നമുക്കറിയാം അവിടെ പോയി എത്രമാത്രം ചെലവുണ്ടെന്നുള്ള കാര്യം. അപ്പം നമ്മൾ ഒരു വളരെ സന്തോഷത്തോടു കൂടി പോയിട്ട് ദുഃഖത്തോടു കൂടി തിരിച്ചു വരുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രതിമാസം നമ്മുടെ കമ്പനി നമുക്കൊരു ട്രാവൽ ഫണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഹെൽപ്പിംഗ് അതേഴ്സ്, നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് ആഗ്രഹമില്ലാത്തവർ ആരും ഉണ്ടായിരിക്കില്ല അല്ലെ. പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ലെന്നാണ് ഒരു വാസ്തവം. അപ്പം നമുക്ക് ഏറ്റവും ഉടയവർ ഏതെങ്കിലും ഒരു വശത്തിൽ 1-2 തവണ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചെന്ന് വരും സാമ്പത്തികമായിട്ട്. അതായത് നമുക്ക് വരുന്ന വരുമാനത്തിനനുസരിച്ച്. അല്ല, അതിൽ കൂടുതൽ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ നമുക്ക് എന്താണ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ഒരു ഹെൽപ്പ് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനും, അതുപോലെ തന്നെ വല്ല ആരോഗ്യമില്ലാത്തവരോ ഏതെങ്കിലുമൊക്കെ ഡോക്ടർമാരുടെ മരുന്നുകളൊക്കെ കഴിച്ച് നമുക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരോ മാറാതെ ജോലിക്ക് പോലും പറ്റാത്ത അവസ്ഥയിൽ കഴിയുന്നവരെ നമുക്ക് ഈ നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റുകളായി സപ്ലിമെന്റുകളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി അവരെ ഇതൊക്കെ കഴിപ്പിച്ച് നിങ്ങൾക്കൊരു ബിസിനസ് ഇൻകം എടുക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് നമുക്ക് അവർക്ക് ഒരു ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് ഈ ഓപ്പർച്യൂണിറ്റി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇതെല്ലാം ലഭിക്കുന്ന ഒരു കമ്പനിയെ കുറിച്ച് പരിചയപ്പെടാനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതായത് ഇത് 100% ജെന്യുവിൻ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇത് നിങ്ങളുടെ മുന്നിൽ അഭിമാനത്തോടു കൂടി പ്രസന്റ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പരിചയപ്പെടുത്തുന്ന ഈ കമ്പനി 2004 സ്ഥാപിതമായ സ്ഥാപിതമായ മുഖ്യ ഓഫീസ് ഡൽഹിയിലാണ്. വെസ്റ്റേജ് ആരംഭിച്ചപ്പോൾ കമ്പനിക്ക് വെറും 10 ഉൽപ്പന്നങ്ങളും 2 ഓഫീസുകൾ ഡൽഹിയിലും ബംഗളൂരിലും കൂടാതെ 6 ഡിസ്ട്രിബ്യൂട്ടർമാരും നിങ്ങളെ പോലെയുള്ള 6 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ വെസ്റ്റേജ് കമ്പനിയിൽ. ഉൽപ്പന്നങ്ങൾ എന്ന വാക്ക് കേട്ടാൽ ഒരു കാരണവശാലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ബൾക്കില് ഉൽപ്പന്നങ്ങൾ വാങ്ങി വിൽക്കുന്ന ഒരു രീതിയിലുള്ള ബിസിനസ് അല്ല ഇത്. ഞാൻ ഇവിടെ ഒരു പ്രൊഫൈൽ മാത്രം, കമ്പനിയുടെ പ്രൊഫൈൽ മാത്രം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ സ്ഥാപകരാണ് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള കരുത്തരായ 3 വ്യക്തികളാണ് ഇതിന്റെ ഫൗണ്ടേഴ്സുകൾ. അവരാണ് ഗൗതം ബാലി സാർ, കണ്ണൂർ ബീർ സിംഗ് സാർ, ദീപക് സൂദ് സാർ. ഈ കരുത്തരായ നേതാക്കളാണ്. അവരുടെ നേതൃത്വത്തിലൂടെ വെസ്റ്റേജ് ഇങ്ങനെ ഉയർന്നതും വളർന്നതും. ഇന്ന് 21 വർഷം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം കമ്പനി 2004 നിലയിൽ നിന്നും വൻ വളർച്ച കൈവരിച്ചിരിക്കുന്നു. 10 ഉൽപ്പന്നങ്ങളിൽ നിന്നും 450+ ഉൽപ്പന്നങ്ങളിലേക്കും 2 ഓഫീസുകളിൽ നിന്നും 500-ൽ പരം ഔട്ട്ലെറ്റുകളിലേക്കും 6 ഡിസ്ട്രിബ്യൂട്ടറുകളിൽ നിന്നും 5 കോടി ഡിസ്ട്രിബ്യൂട്ടർമാരിലേക്കും ഈ അതുല്യമായ വളർച്ച വെസ്റ്റേജിനെ ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാക്കി മാറ്റിയിരിക്കുകയാണ്. നമ്മൾ ഈ കമ്പനി ആഗോള റാങ്കിൽ വെച്ച് നോക്കുമ്പോൾ വെസ്റ്റേജ് 38-ാം സ്ഥാനത്താണ്. അതുപോലെ തന്നെ ലോകത്തിലെ ടോപ്പ് 100 ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളിൽ ഇന്ത്യയിലെ നിന്നും ഒരേ ഒരു കമ്പനി വെസ്റ്റേജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അന്താരാഷ്ട്ര തലത്തിൽ വെസ്റ്റേജ് ഇന്ന് UAE, സൗദി അറേബ്യ, നേപ്പാൾ, ബംഗ്ലാദേശ്, ഗാന, ഐവറി കോസ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളിലാണ് പ്രവർത്തിച്ചു വരുന്നത്. നമ്മുടെ കമ്പനിയുടെ ഒരു എയിം എന്ന് പറഞ്ഞാൽ 30 രാജ്യങ്ങളിലേക്കെങ്കിലും 1000-ൽ പരം പ്രൊഡക്റ്റുകൾ, ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് എത്തിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്ന ഈ വെസ്റ്റേജ് എന്ന കമ്പനി വളരെ വിജയകരവും ആഗോള നിലവാരവുമുള്ള വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണെന്ന് നമുക്ക് അഭിമാനത്തോടെ നമുക്ക് പറയാവുന്നതൊന്നാണ്. അപ്പോൾ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ നമ്മുടെ വീട്ടിലേക്ക് എങ്ങനെയാണ് എത്തുന്നതാണ് നമുക്ക് ഇനി നോക്കേണ്ടത്. ഈ സ്ലൈഡില് നാം ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന ആശയമാണ് കാണുന്നത്. ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്നത് എന്താണ്? വർഷങ്ങളായി നമ്മുടെ വീടുകളിലേക്കുള്ള വസ്തുക്കൾ വാങ്ങുന്നതിനായി ഉപയോഗിക്കുന്ന പഴയ മാർക്കറ്റിംഗ് രീതിയാണിത്. ഒരു കമ്പനി ഉൽപ്പന്നം നിർമ്മിക്കുമ്പോൾ ഉപഭോക്താക്കളായ നമ്മുടെ കൈകളിലേക്ക് അത് നേരിട്ട് ലഭിക്കുകയില്ല. പക്ഷേ ഈ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ എത്തിക്കാൻ പല ഇടനിലക്കാരുടെയും സഹായം ആവശ്യമാണ്. ഒരു C&F ഏജന്റിന്റെ സഹായത്തോടെ കമ്പനി ഉൽപ്പന്നം മാർക്കറ്റിൽ എത്തിക്കുന്നു. തുടർന്ന് അത് സൂപ്പർ സ്റ്റോക്കിസ്റ്റ്, ഹോൾസെയിലർമാർ എന്നിവരുടെ കൈവഴിയാണ് കടന്നു പോകുന്നത്. ഒടുവിൽ ഈ ഹോൾസെയിലർമാരാണ് റീറ്റെയിലർ കടകളിൽ നമ്മുടെ കയ്യിൽ ഈ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത്. 100% MRP കൊടുത്താണ് നമ്മൾ ഈ പ്രൊഡക്റ്റുകൾ വാങ്ങുന്നത്. ഈ ഇടനിലക്കാരെല്ലാവരും ഈ ബിസിനസ് ചെയ്യുന്നവർ തന്നെയാണ്. പക്ഷേ സിനിമാ താരങ്ങളും ക്രിക്കറ്റ് താരങ്ങളും അതുപോലെയുള്ള പ്രശസ്തരും അവർ ഒരിക്കലും ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാതെ തന്നെ ഈ പ്രൊഡക്റ്റുകളുടെ ഒക്കെ പരസ്യത്തിനായിട്ട് ഒരു 5 കോടിയിൽ മേലെ
പണം ആവശ്യപ്പെടുന്നുള്ളതാണ്, കൈപ്പറ്റുന്നതാണ് ഇവിടെ കൈപ്പറ്റുന്നത്. പക്ഷെ നമ്മുടെ കഠിനാധ്വാനത്തിലൂടെ സമ്പാദിച്ച പണം നൽകി നാം സാധാരണ വീട്ടുപയോഗ വസ്തുക്കൾ വാങ്ങുമ്പോൾ ഈ സിനിമാ താരങ്ങളും ഈ ക്രിക്കറ്റ് താരങ്ങളും അതിലൂടെ കോടീശ്വരന്മാരാവുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ മാർക്കറ്റിംഗ് സംവിധാനത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു അവസരവും ലഭിക്കുന്നില്ല, ഒരു ലാഭവുമില്ല, ഒരു വരുമാനവുമില്ല. ഇവിടെ നമുക്ക് ഒരു സെലിബ്രിറ്റി ആകാൻ പോലും കൂടെ സാധിക്കുന്നില്ലാണ് സത്യം. ഇവിടെയാണ് നമ്മുടെ വെസ്റ്റേജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഒരു പരിഹാരമായി നമ്മുടെ മുന്നിൽ വരുന്നത്. ഡയറക്ട് സെല്ലിംഗ് സിസ്റ്റം വഴി വെസ്റ്റേജ് ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിലേക്ക് നേരിട്ട് എത്തിക്കുന്നു. അനാവശ്യ ഇടനിലക്കാരെ ഒഴിവാക്കി മുമ്പത്തെ സ്ലൈഡുകളിൽ പറഞ്ഞതുപോലെ തന്നെ ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഇടനിലക്കാർ എടുത്തിരുന്ന 60% ലാഭം വെസ്റ്റേജ് ഈ സിസ്റ്റത്തിൽ നിങ്ങളെ പോലെയുള്ളവർക്കാണ് നൽകുന്നത്. നിങ്ങൾ നിങ്ങളുടെ പണത്തിൽ നിന്നും വാങ്ങി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ വെസ്റ്റേജിൽ ഒരു വരുമാന മാർഗവും ലാഭം ഉണ്ടാക്കാനുള്ള ഒരു അവസരവുമാണ്. ഇതിലൂടെ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുള്ളതാണ് ഈ കമ്പനിയിൽ നിന്നും നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി എന്താണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിലേക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, നമുക്ക് വേണ്ടത് ഒരൊറ്റ കാര്യമാണ്, ഷോപ്പ് മാറ്റമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അതായത് നമ്മൾ വീട്ടിൽ വേണ്ട സാധനങ്ങൾ വാങ്ങുന്ന കടയുടെ പേരൊന്ന് മാറ്റുക. നാം ഉപയോഗിക്കുന്ന ബ്രാൻഡിന്റെ പേരൊന്ന് മാറ്റാൻ തയ്യാറാകുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ഒരു ലക്ഷറി ലൈഫിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു അവസരമാണ് നമുക്ക് വെസ്റ്റേജ് കമ്പനി നൽകുന്നത്. ഈ കമ്പനിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ 100% നാച്ചുറലും ഓർഗാനിക്കുമാണ്. കൂടാതെ വില ഏതൊരു സാധാരണക്കാരനും വാങ്ങാനാവുന്ന തരത്തിലാണ്. ഇന്ന് നാം മാർക്കറ്റിൽ നല്ല നിലവാരമുള്ള ഒരു ഉൽപ്പന്നം വാങ്ങാൻ ശ്രമിക്കുമ്പോൾ അതിന് വളരെ ഉയർന്ന വില തന്നെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്നാൽ അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ വെസ്റ്റേജ് നൽകുന്ന ഉൽപ്പന്നങ്ങൾ വിലക്കുറവിലും ഉന്നത നിലവാരത്തിലുമുള്ളതാണ്. അതിനാൽ ഏത് വ്യക്തിയും എപ്പോൾ വേണമെങ്കിലും ഈ ഉൽപ്പന്നങ്ങൾ നമുക്ക് വാങ്ങാൻ സാധിക്കുമോ. ഒരിക്കൽ നമ്മൾ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആ കമ്പനി നൽകുന്ന ഫലങ്ങൾ കാരണം നമ്മൾ എല്ലാവരും ജീവിതകാല ഉപഭോക്താക്കളായി മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നാം കുറഞ്ഞത് ഒരിക്കലെങ്കിലും ഈ ഉൽപ്പന്നങ്ങൾ ഒന്ന് ഉപയോഗിച്ച് നോക്കി നാം പതിവായി പോകുന്ന ഷോപ്പ് ഒന്ന് മാറ്റി വെസ്റ്റേജ് ഉൽപ്പന്നങ്ങൾ പരീക്ഷിച്ചാൽ അതിലൂടെ നമ്മുടെ ജീവിതം മാറ്റാനുള്ള ഒരു വലിയ അവസരം ലഭിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളതാണ്. അടുത്തത്, നമുക്ക് ഇതൊരു കൺസ്യൂമർ ബെനിഫിറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് മാറാൻ താല്പര്യം കാണിക്കുകയാണെങ്കിൽ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തി നിങ്ങൾക്ക് ഈ കമ്പനിയുമായിട്ട് ഒരു രജിസ്ട്രേഷൻ നടത്തി തരികയും ഫ്രീ ആയിട്ട് തന്നെ 5000-ലധികം ഔട്ട്ലെറ്റുകളും 21 വർഷത്തെ അനുഭവജ്ഞാനമുള്ള ഈ കമ്പനിയുടെ ഒരു ഫ്രാഞ്ചൈസി നിങ്ങളുടെ മൊബൈലിൽ അവർ ഓപ്പൺ ആക്കി തരുന്നതായിരിക്കും. അപ്പോൾ അവർ ഓപ്പൺ ആക്കി തരുന്ന മൊബൈൽ ആപ്പിലൂടെ നമുക്ക് ഓൺലൈനിലായിട്ടും ഓഫ്ലൈനായിട്ട് നമ്മൾ അടുത്ത ഷോപ്പ് ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് നമുക്ക് 35% ഡിസ്കൗണ്ടോട് കൂടി നമുക്ക് പ്രൊഡക്റ്റുകൾ വാങ്ങാവുന്നതായിരിക്കും. അപ്പം നമ്മൾ മുടക്കുമുതലിന്റെ ഒരു 10% നമുക്ക് ഫ്രീ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കമ്പനി തരുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ പ്രതിമാസം 10-ാം തീയതി 5% മുതൽ 16% വരെ ക്യാഷ് ബാക്ക് ആണ് നമുക്ക് ഈ കമ്പനി നമുക്ക് നൽകുന്നത്. അതുപോലെ തന്നെ മണി ബാക്ക് ഗ്യാരണ്ടി, അതായത് 100% മണി ബാക്ക് ഗ്യാരണ്ടി നമ്മുടെ കമ്പനി ഓഫർ ചെയ്യുകയാണ്. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചതിന് ശേഷം അത് നമ്മൾക്ക് കൊള്ളുന്നില്ല, അതിന്റെ ക്വാളിറ്റി നല്ലതല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്കത് തിരിച്ചു കൊടുത്ത് അതിന്റെ മണി ബാക്ക് ഗ്യാരണ്ടി നമുക്ക് റീഫണ്ട് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നമ്മുടെ കമ്പനി തരുന്നതായിരിക്കും. അതുപോലെ നമ്മളൊരു കൺസിസ്റ്റൻസിയുടെ പ്രകാരം നമ്മൾ പ്രൊഡക്റ്റുകൾ വാങ്ങുകയാണെങ്കിൽ നമ്മളൊരു 100 കൺസിസ്റ്റൻസി ഒരു പോയിന്റോട് കൂടി നമ്മളൊരു 4 മാസം നമ്മൾ പ്രൊഡക്റ്റുകൾ വാങ്ങുകയാണെങ്കിൽ 2515 രൂപയുടെ പ്രൊഡക്റ്റ് 5-ാം മാസം നമ്മൾ 1 രൂപ പോലും കൊടുക്കാതെ നമുക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് നമ്മൾ തിരഞ്ഞെടുത്ത് വാങ്ങാമെന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് പോയിന്റുകളെ കുറിച്ച് നോക്കാം. അപ്പം ഈ 100 BB 200 BB ആകുമ്പോൾ നമുക്ക് അത് 5000-ന്റെ മേലെ ഫ്രീ പ്രൊഡക്റ്റും, അതായത് 300 BB നമ്മൾ എടുക്കുമ്പോൾ അതിൽ 7500 രൂപ മേലെയുള്ള ഫ്രീ പ്രൊഡക്റ്റും, അതുപോലെ തന്നെ ഒരു 400 BB എടുക്കുമ്പോൾ 10000-ന്റെ മേലെ ഒരു ഫ്രീ പ്രൊഡക്റ്റുകളും നമുക്ക് വാങ്ങുകയാണ്. നമ്മുടെ ഈ സിസ്റ്റത്തിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ 20,000 രൂപയുടെ പ്രൊഡക്റ്റുകൾ വാങ്ങുന്നവർ തന്നെ നമ്മുടെ ഈ സിസ്റ്റത്തിൽ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ PB കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ മിനിമം ഒരു 30 രൂപ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമുക്ക് 1 പോയിന്റ് ആണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ 300 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമുക്ക് 10 പോയിന്റ് ആണ് ലഭിക്കുന്നത്. 3000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ 100 രൂപയുടെ പ്രൊഡക്റ്റ് ആണ് പോയിന്റ് ആണ് നമുക്ക് ലഭിക്കുന്നത്.
അപ്പോൾ അങ്ങനെ കൂടിയ പോയിന്റുകൾ നമുക്ക് എടുക്കുമ്പോൾ നമ്മുടെ ലെവലുകൾ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ട് 8%, 12%, 16%, അത് അങ്ങനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങൾ ഇത് ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് ജോയിൻ ആയതിനു ശേഷം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് മനസ്സിലാക്കാവുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഉള്ളതാണ് ലെറ്റ് സി ദ ഫാസ്റ്റ് ഗ്രോയിങ് ഇൻഡസ്ട്രി ഇ കൊമേഴ്സ്. ഈ സ്ലൈഡിൽ വേഗത്തിൽ വളരുന്ന 3 വ്യവസായങ്ങളെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, വെൽനസ്, ഇ കൊമേഴ്സ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഉദാഹരണത്തിന് ആമസോൺ, അതുപോലെ തന്നെ മീഷോ എന്നിവ. നാം മൊബൈൽ ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങി കഴിയുമ്പോൾ ഈ പ്രൊഡക്റ്റുകൾ നമ്മുടെ വീട്ടിലെത്തിക്കുന്നത് ഈ ആമസോണും ഈ മീഷോയും ഒക്കെയാണ്. എന്നാൽ ഇവ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം ലഭിക്കുന്നുണ്ടോ? ഇല്ല. നാം വിവിധ കമ്പനികളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു, അവയെ നമ്മുടെ വീട്ടിലെത്തിക്കുന്നു. ആമസോൺ അഥവാ മീഷോ പോലുള്ള കമ്പനികളാണ് ഈ കമ്പനികളാണ് ഇതിലുള്ള വരുമാനം വാങ്ങുന്നത്. പക്ഷേ നമ്മുടെ വെസ്റ്റേജ് കമ്പനിയുടെ ഇ കൊമേഴ്സ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ബിസിനസ് ചെയ്യാനുള്ള അവസരവും 100% സ്വാഭാവിക ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള അവസരവും സൗജന്യ ഉൽപ്പന്നങ്ങൾ നേടാനുള്ള അവസരവും ഈ ഉൽപ്പന്നങ്ങൾ വഴി വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു അവസരവുമാണ് ഇ കൊമേഴ്സ് ഉപയോഗിച്ച് നമുക്ക് വാങ്ങുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അത് ഈ ഇ കൊമേഴ്സ് ഉപയോഗിച്ച് വാങ്ങുമ്പോൾ ഒരാളുടെ സഹായത്തോടെ നമുക്ക് 1000 പേരോളം വരുന്ന ഒരു നെറ്റ്വർക്ക് കൂടി നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അടുത്തതായിട്ട് നമ്മൾ കാണുന്നതാണ് വെൽനസ് പ്രിബോണിഷൻ. നമുക്ക് പരിചയമായ സാമ്പത്തിക വിദഗ്ധൻ പോൾ സെന്റ് വിൻസെന്റ് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം വരുന്ന കാലം IT വിപ്ലവത്തിന്റെ കാലമാകും എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ തന്റെ ഏറ്റവും പുതിയ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അടുത്ത $1 ട്രില്യൺ ഇൻഡസ്ട്രി വെൽനസ് മേഖലയായിരിക്കും എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതിലൂടെയാണ് ഒരു വിപ്ലവം ഉണ്ടാകുക എന്നാണ് അവിടുന്ന് പറഞ്ഞിരിക്കുന്നത്. വെസ്റ്റേജ് എന്ന കമ്പനി ഇതിനകം 100-ൽ പരം വെൽനസ് ഉൽപ്പന്നങ്ങൾ പ്രൊഡക്റ്റ് വിപണിയിൽ ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് ശരിയായ ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ 3 വേഗത്തിൽ വളരുന്ന മേഖലകളായ നെറ്റ്വർക്ക് ആൻഡ് മാർക്കറ്റിംഗ്, വെൽനസ്, ഇ കൊമേഴ്സ് ഇവയൊക്കെയും ഒരുമിച്ചുള്ള പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്, അതും ശരിയായ സമയത്ത്. ഇനി വേണ്ടത് ഒരു തീരുമാനം എടുക്കുകയാണെന്നുള്ളതാണ്. വീട്ടിൽ ഉപയോഗിക്കാൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ നല്ല ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുകയും ആരോഗ്യകരമായി ജീവിക്കുവാൻ ഒരു തീരുമാനമെടുക്കുകയും ചെയ്യുന്ന ഇങ്ങനെ ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും ജീവിതകാലം മുഴുവൻ ഒരു പാസീവ് ഇൻകം നമുക്ക് ലഭിക്കുന്ന ഒരു മികച്ച ഒരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് വെസ്റ്റേജ് കമ്പനി പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു അഭാവത്തിൽ പോലും കൂടെ നമ്മുടെ കുടുംബത്തിന് വരുമാനം എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം കൂടിയാണെന്ന് നമ്മളിത് മനസ്സിലാക്കുക. എല്ലാവരും ഇതിൽ നല്ലൊരു തീരുമാനം എടുക്കുകയാണെന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ പ്ലാന് നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലായി കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് ഡൗട്ടുകളും മറ്റ് ക്ലിയറുകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിനുള്ളൊരു സമയമാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു. താങ്ക് യു ജോമോൾ മാം. മാഡം വളരെ നല്ല രീതിയിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. തീർച്ചയായും ഈ ഒരു സെക്ഷൻ കഴിഞ്ഞപ്പോൾ നമുക്കൊക്കെ ഒത്തിരി സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. നമ്മുടെ സംശയങ്ങൾ ക്ലാരിഫൈ ചെയ്ത് തരുന്നതിന് വേണ്ടി, നമുക്ക് സംശയങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടിയുമായിട്ട് നമ്മോടൊപ്പം ഇപ്പം ജോയിൻ ചെയ്യുന്നത് ദുബായിൽ നിന്നും ഷാജി മിത്തൽ സാറാണ്. സാറ് ക്രൗൺ ഡയറക്ടറാണ്. ഈ വിന്നിംഗ് ടീമിനെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുന്ന സാറാണ്. സാറിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. വെൽക്കം സാർ. താങ്ക് യു സൗമ്യം നല്ല രീതിയിൽ MC ചെയ്തിട്ട് പുതിയ ആളാണ്. അതുപോലെ ജോമോളുടെ ആദ്യത്തെ പ്രസന്റേഷൻ അതും വളരെ മനോഹരമായിട്ട് സൂപ്പറായിട്ട് പ്രസന്റേഷൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പെർഫോമൻസ് ആണെന്ന് പറയത്തില്ല കേട്ടോ, വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. കൺഗ്രാജുലേഷൻ. വലിയ ഒരു അടിപൊളി ലീഡറായി മാറട്ടെ, ബിസിനസ് ഓൺട്രപ്രണറായി മാറട്ടെ. ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന 3 ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വ്യക്തിയാണ്. നല്ല ഭംഗിയായിട്ട് എല്ലാ ലാംഗ്വേജും പ്രസന്റേഷൻ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പറയുന്നു. എനിവേ, പുതിയ ആൾക്കാർ 1-2 ആൾക്കാർ ഒരു പ്രാവശ്യം പ്ലാൻ കേട്ട ആൾക്കാർ ഇതിനകത്ത് ഉള്ളത്, 1-2 പ്രാവശ്യമൊക്കെ നിങ്ങൾ പ്ലാൻ കേട്ട ആൾക്കാർ ഇതിനകത്തുണ്ടാവും. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുവിധം 90% ആൾക്കാരും ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക് കമ്പനിയിൽ വർക്ക് ചെയ്ത ആൾക്കാരായിരിക്കും. ഏതെങ്കിലും MLM കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും, പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ മണി ചെയിനിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ പല രീതിയിലും വർക്ക് ചെയ്ത ആൾക്കാരായി 95% ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖല നമ്മൾക്ക് ഈ തെരഞ്ഞെടുക്കുന്ന സമയത്ത് എപ്പോഴും നമുക്ക് റിജക്ഷൻ ആയിരിക്കും കൂടുതൽ കിട്ടുന്നുണ്ടാവും. ചെയ്യുന്ന നമുക്കുള്ള സംശയങ്ങൾ എന്തായിരിക്കും, വരുമാനം കിട്ടുമോ, ഇതിൽ വിജയിക്കാൻ പറ്റുമോ എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ഏത് ബിസിനസ്സിലൊക്കെ പോണത് അവിടെ നമ്മൾ എന്താണ് പൈസ കൊടുക്കുന്നത്, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ചെയ്യുന്ന ഒരു ബിസിനസ് ആകുമ്പോൾ നമുക്ക് റിസ്ക് ഒന്നും വരുന്നില്ല.
ഇവിടെ വെസ്റ്റീജ് ബിസിനസ് ചെയ്യാൻ നിങ്ങൾക്ക് 1 രൂപയും ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വരുന്നില്ല. അതും വളരെ നമ്മൾ ഗൂഗിൾ ചെയ്ത് അറിയാൻ പറ്റും. വെസ്റ്റീജ് കമ്പനീന്റെ ക്രെഡിബിലിറ്റി നോക്കുക, എത്ര വലിയൊരു കമ്പനിയാണ്. ആയിരക്കണക്കിന് കോടി രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് ഹിമാചലിൽ മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഉണ്ടാക്കി 8ഓളം രാജ്യങ്ങൾ ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനിക്ക് അത് നിലനിർത്തി പോകണമെങ്കിൽ നല്ല രീതിയിൽ സർവീസ് കൊടുത്താൽ മാത്രമേ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു കമ്പനിയുടെ പ്രത്യേകത 21 വർഷമായിട്ട് കറക്റ്റ് 10-ാം തീയതി എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ എല്ലാവരുടെ വരുമാനം അവരുടെ അക്കൗണ്ടിൽ കറക്റ്റായി കൊടുത്തുകൊണ്ടിരുന്ന കമ്പനിയാണ്. നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കമ്പനിയിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനങ്ങൾ വാങ്ങിച്ച വ്യക്തിയാണെങ്കിൽ പോലും അതിന്റെ ബെനിഫിറ്റ് കറക്റ്റ് അടുത്ത മാസം 10-ാം തീയതി കമ്പനി അവർക്ക് കൊടുക്കുന്നുണ്ട്. അത് ഇതിൽ ചെയ്ത ആൾക്കാർക്ക് കഴിഞ്ഞ മാസം നവംബർ മാസം ഇതിൽ എന്തെങ്കിലും സാധനം വാങ്ങിച്ച ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഈ 10-ാം തീയതി വരാൻ പോവാണ്, അടുത്ത ആഴ്ച 10-ാം തീയതി വരാൻ പോവാണ്, നിങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വരുമാനം നിങ്ങൾക്ക് വരുന്നുണ്ടാവും. അത് ചെയ്തവർക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച ഒരു വ്യക്തിക്ക് അത് തിരിച്ചറിയാൻ സാധിക്കും. നമ്മൾ ആരുടെയും വരുമാനം നോക്കിയിട്ടല്ല ബിസിനസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് ഇത് എത്ര ലക്ഷങ്ങൾ വരുമാനം വേണോ, അതിന് നിങ്ങൾ എത്ര കമ്മിറ്റഡ് ആണോ. ഞാൻ കുറച്ച് നേരത്തെ ഒരു കാര്യം കുറച്ചാൾക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കമ്പനി മാനേജ്മെന്റ് തന്നെ, ഞാൻ കുറച്ച് മുന്നേ രാവിലെ 10 മണിക്ക് കമ്പനി മാനേജ്മെന്റ് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. കമ്പനി മാനേജ്മെന്റ് പറഞ്ഞ് നിങ്ങൾക്ക് 10 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കാൻ ആഗ്രഹമുള്ള ഒരു 20 പേരെ സെലക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുക. 10 ലക്ഷം രൂപ വരുമാനം വെസ്റ്റേജിലുള്ള വാങ്ങിക്കണം, സ്ഥിരമായിട്ട് എല്ലാ മാസവും വാങ്ങിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു 20 പേരെ സെലക്ട് ചെയ്യാനോട് ചോദിച്ചിട്ടുണ്ട് രാവിലത്തെ മീറ്റിങ്ങിൽ. ഞാനിപ്പോഴും കൺഫ്യൂഷനില്ല. ഞാൻ ഓൾറെഡി അതിന് റെഡിയാണ്. ഞാൻ അതിനുകൊണ്ട് തന്നെ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. അതെൻ്റെ ഡ്രീം പ്രോജക്റ്റാണ്. അതിനുകൊണ്ടാണ് ഞാൻ ജോബ് റിസൈൻ ചെയ്തത്. പക്ഷെ ഞാൻ അതിന് കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അതിനുവേണ്ടി കമ്മിറ്റഡായി നിൽക്കാൻ തയ്യാറായ ആരുണ്ട്? വെസ്റ്റേജ് കമ്പനി റെഡിയാണ്. നിങ്ങളുടെ 3 തലമുറ കോടികൾ വരുമാനമാക്കി ബിസിനസ് ആക്കി മാറ്റാൻ സാധിക്കുന്ന കമ്പനിയാണ് വെസ്റ്റേജ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഷോപ്പ് ചേഞ്ചിങ്ങിലൂടെയാണ് നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നത്. സ്വന്തം വീട്ടു ചെലവിന് ലക്ഷങ്ങൾ വരുമാനമുള്ള ഒരു ബിസിനസ് ഓൺട്രപ്രണർ ആക്കി മാറ്റാൻ വെസ്റ്റേജ് കമ്പനി റെഡിയാണ്. നിങ്ങൾ റെഡിയാണ്. കൺഫ്യൂഷന്റെ ആവശ്യമില്ല. എന്തിനാണ് നമ്മൾ കൺഫ്യൂഷൻ വരേണ്ട ആവശ്യം? നമ്മൾ ആരുടെയെങ്കിലും പൈസ വാങ്ങിക്കുന്നുണ്ടോ? ഇല്ല. ആർക്കെങ്കിലും പൈസ കൊടുക്കുന്നുണ്ടോ? അതും ഇല്ല. ഇവിടെ ആകെ ചെയ്യുന്നത് കുറച്ച് സമയം മാത്രം ചെലവഴിക്കാന്നുള്ള, കുറച്ച് പാഴാക്കി കളയുന്ന കുറച്ച് സമയം മാറ്റി വെച്ചുകൊണ്ട് ഈ കമ്പനിയെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ള ഒറ്റ കാര്യമേ നമുക്ക് ആവശ്യമുള്ളൂ. ഈ കമ്പനി നല്ലതാണോ മോശമാണോ നോക്കാൻ, നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് നമുക്ക് തരുന്ന പ്രോഡക്റ്റ് അതിന് ഓക്കെ ആണോ? 63 രൂപ കൊടുത്തൊരു പല്ല് തേക്കുന്ന പേസ്റ്റ് വാങ്ങിക്കാൻ ആരെങ്കിലും പേടിക്കണോ? സിനിമാ താരങ്ങൾ പറഞ്ഞ പേസ്റ്റ് വാങ്ങിച്ച് നമ്മൾ തേക്കാറില്ലേ? അത് കണ്ടിട്ട് അവർ ഉപയോഗിക്കുന്ന കണ്ടിട്ടാണോ വാങ്ങിക്കുന്നതല്ല. നമ്മളൊരു വിശ്വാസത്തിന്റെ പുറത്ത് കടയിൽ നിന്ന് പോയി വാങ്ങിക്കുന്ന സാധനങ്ങളാണ്. അതേപോലെ ഈ കമ്പനിയുടെ പ്രോഡക്റ്റ് ഒരൊറ്റ പ്രാവശ്യം ഉപയോഗിച്ച് നോക്കി അത് നിങ്ങൾക്ക് 63 രൂപക്ക് ഓക്കെ ആണെങ്കിൽ അല്ലേ ബാക്കി കാര്യം നോക്കണ്ടോ? അല്ലെങ്കിൽ പേസ്റ്റോ സോപ്പോ ഇതിൽ ഏതെങ്കിലും ഒരു ബ്യൂട്ടി പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് പുറത്തിറങ്ങി നിങ്ങൾ ചങ്ങായിമാർ ചോദിക്കും എന്താണ് ഉപയോഗിക്കുന്നത്, നല്ല മാറ്റമുണ്ടല്ലോ. അത് അത്രക്കും നിങ്ങൾ ഹാപ്പി ആയിരിക്കും ആ പ്രൊഡക്റ്റിൽ. അപ്പൊ അങ്ങനെ ഒരു കമ്പനിയോടൊപ്പം ഈ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് നിങ്ങൾക്കൊരു 3, 4, 5, 6 വ്യക്തികൾക്ക് ഈ കമ്പനി ക്വാളിറ്റി അറിയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി വഴി ആയിരക്കണക്കിന് ആൾക്കാർ ഈ കമ്പനിയെ കുറിച്ച് അറിയും. കാരണം ഒരു നല്ല പ്രൊഡക്റ്റ് ആകുമ്പോൾ അത് എപ്പോഴും ഇഷ്ടപ്പെടും ആൾക്കാർ, അത് സ്ഥിരമായിട്ട് വാങ്ങിക്കുകയും ചെയ്യും. അവിടെയാണ് നമുക്ക് സ്ഥിര വരുമാനം വരുത്തുള്ളൂ. ഇന്ന് നമ്മളെല്ലാവരും എന്തുകൊണ്ടാണ് വരുന്ന ഏതൊരാൾ ബിസിനസ് വന്നാലും അവർക്ക് പേടിയാണ്. ഞാൻ അതിൽ കുറെ പൈസ കളഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു, ഞാൻ ചെയ്യാതെ ഒരു നെറ്റ്വർക്ക് കമ്പനി ഇല്ല, അതുകൊണ്ട് വീട്ടിലെ ആൾക്കാർക്ക് പേടിയാന്നാണ്. ഞാൻ അദ്ദേഹത്തെ വെച്ച് നിങ്ങൾ ഇത്രയും നെറ്റ്വർക്ക് ചെയ്ത് എന്തുകൊണ്ട് ഒന്നും വിജയിക്കാതെ പോയതാണ്? ഒന്നും അറിയത്തില്ല, വെറുതെ ജോയിൻ ചെയ്ത് മാത്രമേ ഉള്ളൂ, വേറൊന്നും അറിയത്തില്ല. എല്ലാത്തിലും പോയി കുറെ പൈസ കൊണ്ട് കളഞ്ഞിരിക്കുകയാണ്. ആദ്യം നമ്മൾ എന്താണ് ചെയ്യുന്നത് മനസ്സിലാക്കുക, അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക, കമ്മിറ്റഡായി നിൽക്കുക, കമ്മിറ്റഡായി വർക്ക് ചെയ്യുക, സമയം കണ്ടെത്താൻ ശ്രമിക്കുക. ജോലി ഉള്ള വ്യക്തിയാണെങ്കിൽ പോലും ഞാൻ ഈ ജോലി റിസൈൻ ചെയ്യിപ്പിച്ച ബിസിനസ് ചെയ്യുന്നത്. ദുബായിൽ 1.25 ലക്ഷം രൂപ മാസം ശമ്പളം വാങ്ങിക്കുന്ന ജോബ് റിസൈൻ ചെയ്യാനുള്ള ധൈര്യം കാണിച്ചത് 1.5 വർഷം ഈ കമ്പനിയെ കുറിച്ച് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷമാണ്. എൻ്റെ മകൾ ഇപ്പോൾ 18 വയസ്സാകുമ്പോൾ മകളാണ്, അവൾ +2 പഠിക്കുന്നത്. ആ സമയത്ത് ഒരു അച്ഛൻ ജോലി റിസൈൻ ചെയ്യണമെങ്കിൽ എത്ര കോൺഫിഡൻ്റ് ഒരിക്കലുണ്ടാവും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മനസ്സിലാവുന്നില്ല. അത്രക്കും കോൺഫിഡൻ്റ് ഞാൻ ജോബ് റിസൈൻ ചെയ്തത്. ഈ ബിസിനസ്സിലൂടെ ഞാൻ ആഗ്രഹിക്കുന്ന 10 ലക്ഷം രൂപ മാസ വരുമാനം വാങ്ങിക്കാൻ എനിക്ക് 100% ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ആ ജോബ് വേണ്ടാന്ന് വെച്ചത്. ആ ജോലി റിസൈൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും എന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്, പേടിപ്പിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു, കളിയാക്കി വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പോഴും അന്നും ഇന്നും എനിക്ക് ഒരു പേടിയില്ല ഈ ബിസിനസ്സിൽ. അതുകൊണ്ടാണ് പറഞ്ഞ ഈ വന്നിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എത്ര കമ്മിറ്റഡ് ആവാൻ സാധിക്കും ഈ ബിസിനസ്സിൽ, എത്ര സമയം കണ്ടെത്താൻ സാധിക്കും ഈ ബിസിനസ് ചെയ്യാൻ, ഇതിനെക്കുറിച്ച് പഠിക്കാൻ. അതാണ് നിങ്ങളുടെ വിജയം, അതാണ് നിങ്ങളുടെ വരുമാനം. അല്ലാതെ ആരുടെയും വരുമാനം കണ്ടിട്ടോ, നമ്മൾ ഏതെങ്കിലും കമ്പനിയിൽ പോയിട്ട് അവിടെ ആരുടെയും വരുമാനം നിങ്ങൾക്ക് സ്റ്റാറ്റസ് വെച്ച് കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെ വിശ്വസിക്കാതിരിക്കുക.
അത് മേലോട്ട് പൈസ പോകുന്ന ഈ ബൈനറി സിസ്റ്റം കണ്ടിട്ടുണ്ടോ? താഴെയുള്ളവർ പണി എടുക്കുന്നുണ്ടോ, മേലോട്ട് പൈസ പോകും, അവരുടെ വരുമാനം സ്റ്റാറ്റസ് വെക്കും. അത് കണ്ടിട്ട് നിങ്ങൾ വർക്ക് ചെയ്യരുത്. നിങ്ങൾക്ക് ഇതിന് എത്ര സമയം മാറ്റി വെക്കാൻ പറ്റും? നിങ്ങൾക്ക് ഈ കമ്പനിക്ക് വേണ്ടി എന്തൊക്കെ സമയം കൊടുക്കാൻ പറ്റും? എത്ര ടൈം വർക്ക് ചെയ്യാൻ സാധിക്കും? അതാണ് നിങ്ങളുടെ വരുമാനം. അല്ലാതെ ഒരാളുടെ ഈ കമ്പനിയിൽ പണിയെടുക്കുന്നവർക്ക് മാത്രമേ പൈസ ഉള്ളൂ. ഇന്ന് ജോയിൻ ചെയ്ത ഇപ്പൊ റമല ആയിക്കോട്ടെ, ഫസീൽ ആയിക്കോട്ടെ, ആര്യ സാനൽ ആയിക്കോട്ടെ, നിങ്ങൾക്ക് വേണമെങ്കിൽ 6 മാസം കൊണ്ട് എന്നേക്കാളും വരുമാനം വാങ്ങിക്കാൻ പറ്റും. 6 മാസം കൊണ്ട് എന്നേക്കാളും വരുമാനം വാങ്ങിക്കാൻ നിങ്ങൾ സാധിക്കും. അത് തെളിയിച്ച വ്യക്തിയാണ് ഞാൻ. എന്നെ ബിസിനസ് കണക്ട് ചെയ്ത എൻ്റെ 2 ആപ്പിൽ 22 വർഷത്തെ ആംബെ എന്ന കമ്പനി എക്സ്പീരിയൻസുള്ള ലീഡർമാരെക്കാളും വരുമാനം വാങ്ങിച്ച വ്യക്തിയാണ് ഞാൻ. അതിനുശേഷം അവർക്ക് ബിസിനസ് കളഞ്ഞിട്ട് പോയി, ഈഗോ കാരണം കളഞ്ഞിട്ട് പോയ ആൾക്കാരാണ്. മനസ്സിലാവുന്നല്ലോ? അതാ പറഞ്ഞ ഇതിൽ ആർക്ക് വേണമെങ്കിലും ഒരു എക്സ്പീരിയൻസും വേണ്ട, കമ്മിറ്റഡ് ആയി നിൽക്കാൻ സാധിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇതിൽ ടോപ്പ് ഇൻകം ഏണർ ആവാൻ സാധിക്കുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ ദുബായിലാണ്. ഇവിടെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഏറ്റവും ടോപ്പ് ഇൻകം വാങ്ങിക്കുന്ന വ്യക്തിയാണ് എൻ്റെ അപ്ലൈൻ. ഇപ്പോഴുള്ള അപ്ലൈൻ, മുന്നത്തെ അല്ല, ഇപ്പോഴുള്ള അപ്ലൈൻ, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അപ്ലൈൻ മനോജ് പാറയിൽ സാർ ഏറ്റവും ടോപ്പ് ഇൻകം വാങ്ങിക്കുന്ന വ്യക്തി. അദ്ദേഹത്തിന് താഴെയാണ് എന്നെ ബിസിനസ് കൊണ്ടുവന്ന വ്യക്തി, 2ാമത്തെ ഇൻകം ഏണറാണ്. അദ്ദേഹത്തിനേക്കാളും വരുമാനം ഞാൻ വാങ്ങിച്ച് ഞാൻ സെക്കൻഡ് ലെവലിൽ എത്തുന്ന സമയത്ത് അവർ ഈഗോ കാരണം മണി ചെയിൻ ബിസിനസ്സിൽ പോയി ജോയിൻ ചെയ്താക്കാം. അപ്പൊ ഇവിടെ ഈ വന്നിരിക്കുന്ന ഇത്രയും ആൾക്കാർക്ക് ഇപ്പൊ 21 പേരുണ്ട്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കമ്മിറ്റഡ് ആയി സീരിയസ് ആയി ഈ ബിസിനസ് പഠിക്കാനുള്ള, ഇപ്പൊ ജോൺ മോളി ബിസിനസ് പഠിച്ചിട്ട് ഇന്നലെ എനിക്ക് മെസ്സേജ് ചെയ്യും, ഞാൻ 5 മണിയുടെ പ്ലാൻ ഞാൻ എടുത്തോളാം. എനിക്കെന്നെ അതിശയിപ്പോയി. കാരണം മീറ്റിങ്ങിൽ എപ്പോഴും പങ്കെടുക്കുന്നുണ്ട്, ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. ഫുൾ ബിസി ആയതുകൊണ്ട് നമ്മളത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. പക്ഷെ ഇന്ന് ഈ പ്രസന്റേഷൻ എത്ര മനോഹരമായിട്ട് ചെയ്ത്, അതും സ്ലൈഡും എല്ലാം വെറൈറ്റി സ്ലൈഡ്, നല്ല കേൾക്കുന്ന ആൾക്കാർ മനസ്സിലാവുന്ന രീതിയിൽ അവരുടെ എക്സ്പീരിയൻസ് ആണ് അവർ ഷെയർ ചെയ്ത്. ഈ ബിസിനസ് മനസ്സിലാക്കി എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിരിക്കണം. ഇന്ന് പഴയ ആൾക്കാർക്ക് അതിശയം തോന്നിയിട്ടില്ലല്ലേ, ഇങ്ങനെ ഒരു ലീഡർ നമ്മുടെ താഴെ ഉണ്ടായിരുന്നു, നമ്മൾ അറിഞ്ഞിട്ട് പോലും ഇല്ല എന്ന് ചിന്തിക്കുന്നുണ്ടോ? അല്ലെ, ശ്രീജ മേഡക്ക് അങ്ങനെ ചിന്തിക്കണം, ഇങ്ങനെ ഒരാൾ നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നോ, ഞാൻ അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരാളെ, എങ്ങനെ ഇപ്പോൾ വന്ന് എവിടെ നിന്ന് ഇത് പഠിച്ചെന്ന് ആലോചിക്കുന്നുണ്ടോ പല ആൾക്കാർ? ഇതാണ് ഈ ബിസിനസിന്റെ പവർ. നമ്മളെ ലീഡർഷിപ്പ്, ചെറിയൊരു കഴിവ് നിങ്ങൾ ഉള്ളിൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടോ? ചെറിയൊരു കഴിവ്, അതിനെ നിങ്ങൾക്ക് അടിപൊളിയാക്കിക്കൊണ്ട് ലോകം മുഴുവൻ അറിയിക്കുന്നതിന് സാധിക്കും. നമ്മുടെ സാജിദ മാഡം 3 മാസമേ ഉള്ളൂ ഈ ബിസിനസ് നമ്മൾ ഓപ്പറേറ്റ് വന്നിട്ട്. ഇന്ന് അവരെ കേരളം മുഴുവൻ, ഇന്ന് എനിക്കിപ്പോൾ മെസ്സേജ് വന്നു, സാജിദ മാഡം രാവിലെ സെഷൻ ചെയ്യാൻ വേണ്ടി കിട്ടുമെന്ന് ചോദിച്ചിട്ട്. രാവിലെ ഞാൻ മെസ്സേജ് കൊടുത്തേ ഉള്ളൂ. ഇപ്പോൾ നാളെ രാവിലത്തെ CP സാജിദ മാഡത്തിന് കിട്ടുമെന്ന് വെച്ചിട്ട് വിളിച്ചിരിക്കും. അന്ന് ആലോചിച്ച് നോക്കി എവിടെ എത്തി ആ സാജിദ മാഡം. 3 മാസമായിട്ട് ബിസിനസ് വന്നിട്ട് കേരളത്തിൽ എവിടെ ചെന്ന് ചോദിച്ചാലും സാജിദ അവധിനെ അറിയും. മനസ്സിലാവുന്നല്ലോ? അത്രത്തോളം നമ്മൾ 3 മാസത്തിലുള്ള വ്യത്യാസമാണ്. കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള വെസ്റ്റേജ് ചെയ്യുന്ന എല്ലാവർക്കും ആ വ്യക്തി അറിയാൻ സാധിക്കണം. ഇത് കുറച്ച് കഴിയുമ്പോൾ, ഒരാഴ്ച കഴിയുമ്പോൾ ജോമോളിൽ എല്ലാവർക്കും അറിയാൻ സാധിക്കും. ഓൾറെഡി മനോജ് സാറൊക്കെ അറിഞ്ഞു ജോമോളുടെ പ്രസന്റേഷൻ അടിപൊളിയായി നടന്നു കഴിഞ്ഞ്. മനോജ് സാറെ ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. അപ്പം നമ്മൾ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി മാറാൻ സാധിക്കുകയാണ് ഈ ബിസിനസ്സിലൂടെ. 1 രൂപ പോലും ഒരാൾക്ക് കൊടുക്കാതെ കളയാതെ നല്ല ക്വാളിറ്റിയിൽ. ഇപ്പം നേരത്തെ ജോമോൾ പറഞ്ഞു അവരുടെ ഹസ്ബൻഡിനുണ്ടായ മാറ്റം, ആരോഗ്യത്തിനുണ്ടായ മാറ്റം, ജോമോളുണ്ടായ മാറ്റം. ജോമോൾ എന്തുകൊണ്ടാണ് ബിസിനസ് വന്നിരിക്കുന്നത്? അവർ അമ്മയ്ക്കുണ്ടായ മാറ്റം, ഹെൽത്ത് പ്രോബ്ലം, അത് മാറിയപ്പോഴാണ് ബിസിനസ് സീരിയസ് ആയി വന്നത്. ഇതിലുള്ള പല ആൾക്കാരും ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അവർക്കുണ്ടായ ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വരുന്ന സമയത്ത് മറ്റുള്ള MLM കമ്പനികളും മറ്റുള്ള പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനി കണ്ട് പേടിച്ചിരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് വരാൻ മടിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ വരുന്ന എല്ലാവരോടും പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചു നോക്കൂ. നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ മാത്രം ബിസിനസ് ചെയ്യൂ. ഇല്ലെങ്കിൽ നിങ്ങൾ വിട്ടിട്ട് പോകാൻ എളുപ്പമല്ലേ? ഒരു കമ്മിറ്റിയോട് നിങ്ങൾക്ക് അവിടെ വരുന്നില്ലല്ലോ, ഒരു പൈസ ആരും വാങ്ങിക്കുന്നില്ല, ഒരാൾക്കും ഒന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട പറഞ്ഞ് പോകാൻ എളുപ്പമാണ്. ചെയ്തു നോക്കൂ, മനസ്സിലാക്കി നോക്കൂ, പഠിക്കാൻ ശ്രമിക്കും. വിജയിക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തി ആരാണോ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അവരോട് എപ്പോഴും സംസാരിക്കുക, എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുക. ഈ കേട്ട കാര്യം തന്നെയിരിക്കും. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം, ഉച്ചക്ക് പറഞ്ഞ കാര്യം, ഇനി രാത്രി പറഞ്ഞ കാര്യം സെയിം തന്നെയാണ്. ഇതിനകത്ത് വേറെ മാറ്റി പറയാനില്ല. സത്യം തുറന്നു പറഞ്ഞുകൊണ്ട് വരുമാനം വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് വെസ്റ്റേജ്. നമ്മൾ പല നെറ്റ്വർക്കിംഗ് കമ്പനികളും കള്ളത്തരം പറഞ്ഞുകൊണ്ട് വരുമാനം കാണിക്കേണ്ട ബിസിനസ് വരുന്ന അവസ്ഥയുണ്ട്. ഇവിടെ വെസ്റ്റേജിൽ സത്യം മാത്രം പറഞ്ഞാൽ മതി. അതാണ് കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുത്താൽ അത് തന്നെയായിരിക്കും പറയേണ്ടത്. അത് നിങ്ങൾ പഠിക്കാനാണ് ശ്രമിക്കേണ്ടത്. അപ്പൊ സീരിയസ് ആയിട്ട് എടുക്കുക. ഒരൊറ്റ മാസം കൊണ്ട് 24,000 രൂപ വരുമാനം വാങ്ങിച്ച ആൾക്കാർ എൻ്റെ ടീമിനുണ്ട്. ഒരൊറ്റ മാസം കൊണ്ട് 22 ദിവസം കൊണ്ട് 24,000 രൂപ വരുമാനം വാങ്ങിച്ച ആളുണ്ട് ഈ ഗ്രൂപ്പിലുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞ നിങ്ങൾ അതുകൊണ്ട് 2 വർഷമായിട്ട് 5,000 വാങ്ങിക്കാത്ത ആൾക്കാരും ഉണ്ട്. അതും തിരിച്ചറിയണം കേട്ടോ. ഒരു 22 ദിവസം കൊണ്ട് 24,000 വരുമാനം വാങ്ങിച്ച ആൾക്കാർ നമ്മുടെ ടീമിലുണ്ട്. 2 വർഷമായിട്ട് 4,000 രൂപയും വാങ്ങിക്കാത്ത ആൾക്കാർ നമ്മുടെ ടീമിലുണ്ട്. അതാണ് അവരുടെ ആ വർക്കിന്റെ പ്രത്യേകത. കമ്മിറ്റഡ് ആയി നിന്നത് കൊണ്ടും കണ്ടിന്യൂ വർക്ക് ചെയ്തുകൊണ്ടും. ഒരു ജോബ് കിട്ടിയാൽ, ഒരു ജോലി കിട്ടിയാൽ നമ്മൾ എത്ര പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടോ
അതേപോലെ ഇതിനെ കാണാൻ സാധിക്കുവാണെങ്കിൽ എത്ര വേണമെങ്കിലും ഏൺ ചെയ്തെടുക്കാൻ സാധിക്കുന്നു. നിങ്ങൾ അതുകൊണ്ട് അവരുടെ വരുമാനം അല്ല അവരുടെ കഴിവുകൾ, അവർക്ക് വിദ്യാഭ്യാസമുണ്ട്, അവർ പ്രസന്റേഷൻ ചെയ്യാൻ പറ്റുന്ന ഒന്നും നോക്കണ്ട. നിങ്ങൾക്കൊരു വിദ്യാഭ്യാസം വേണ്ട, ഒരു കഴിവും വേണ്ട, ആരോട് സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ പ്രശ്നമില്ല. നിങ്ങൾക്ക് സ്വപ്നമുണ്ടോ? ജീവിതത്തിൽ എവിടെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? അത് നേടിത്തരാൻ പറ്റുന്ന കമ്പനിയാണ് വെസ്റ്റ്. തീവ്രമായ സ്വപ്നമുണ്ടെങ്കിൽ അത് നേടാൻ സാധിക്കുന്ന ബിസിനസ്സാണ് വെസ്റ്റ്. അത് ഞാൻ ചെയ്യാത്തൊരു മേഖലയില്ല. എല്ലാ മേഖലയിലും നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഞാൻ ഇതുവരെ ചെയ്തിട്ട് ആദ്യമായിട്ട് ചെയ്ത കമ്പനി വെസ്റ്റ്. പക്ഷേ ഞാൻ ബോംബെയിൽ ഗോദ്രേജിൽ വർക്ക് ചെയ്ത വ്യക്തിയാണ്, ദുബായിൽ 21 വർഷം വർക്ക് ചെയ്ത വ്യക്തിയാണ്, ഒരുപാട് മേഖലയിൽ വർക്ക് ചെയ്ത് ഒരുപാട് ബിസിനസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ ലൈഫിൽ ഇന്ന് വരെ ഇത്രയും നല്ല സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. ഇത്രയും സിമ്പിളായിട്ട് ഒരു പൈസയും കളയാതെ ഒരു ടെൻഷനും ഇല്ലാതെ മറ്റേത് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറക്കം കിട്ടത്തില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും പരിപാടി തുടങ്ങി ഉറക്കം കിട്ടത്തില്ല. ഇത് നഷ്ടപ്പെട്ടു പോവോ, പൈസ പോവോ, അതായി പോ ഇതായി പോ എന്നുള്ളത്. ഇവിടെ എനിക്ക് വാടക കൊടുക്കണ്ട, ശമ്പളം കൊടുക്കണ്ട, ഒരാൾക്കും ഒന്നും കൊടുക്കണ്ട, ഒരു സാധനം വാങ്ങിച്ചു വെക്കണ്ട. ഇന്ന് PV ഒക്കെ കയറി വരുന്ന കണ്ടു, എത്ര സാധനം ആൾക്കാർ വാങ്ങിച്ചു ഉപയോഗിക്കുന്നല്ലോ. ഈ 3 ദിവസം കൊണ്ട് ഏകദേശം 7500 PV ആയി 3 ദിവസം കൊണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, 7500 PV 3 ദിവസം കൊണ്ടായി. ബിസിനസ് കിടക്കുന്ന 28 ദിവസം ബാക്കി എടുക്കാം. കഴിഞ്ഞ മാസം 15 ലക്ഷത്തിന് ബിസിനസ്സായി, അതിന് മുന്നത്തെ മാസം 12 ലക്ഷത്തിന് ബിസിനസ് ചെയ്തത്. ഈ മാസം ഞാൻ ഓൾറെഡി മനോസാരം ടാർഗറ്റ് കൊടുത്തിരിക്കുക 50,000 PV ആണ് ഈ മാസം നമ്മൾ ടാർഗറ്റ്. ടീമിന് വരാൻ പോകുന്ന വോളിയം ഇപ്പോഴേ പറഞ്ഞു വെച്ചിരിക്കും, ഇത്രയും വലിയ ബിസിനസ് നമ്മൾ ചെയ്യാൻ പോകണം. ക്ലിയർ ആവുന്നുണ്ടോ? ആ രീതിയിലുള്ള ബിസിനസ് ആക്കി മാറ്റാൻ സാധിക്കുന്നുണ്ടോ? അറിയാൻ മനസ്സിലാക്കാനുള്ള ഒരു ക്ഷമ കൊടുക്കുക, എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുക, ഇതിനെ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക, ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കുക. അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 100% ഒരു കസ്റ്റമറായി മാറും. ഇതിൽ വന്ന് ബിസിനസ് വരുമാനമാണെന്ന് ആഗ്രഹിച്ചിട്ട് വേറൊരു കമ്പനിയിൽ പഠിച്ച് ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. 100% ഇതിലുള്ള പ്രൊഡക്റ്റ് എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പ്രൊഡക്റ്റും നമുക്ക് ആവശ്യമുള്ള സാധനം 100% ഈ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിച്ചെടുക്കാൻ ശ്രമിക്കുക. 450-ൽ പരം പ്രൊഡക്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അതിൽ ഈ കമ്പനിയിൽ ഉണ്ടെങ്കിൽ അത് ഈ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കുക. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ വന്നിരിക്കുന്ന എല്ലാവരും ഒരു പ്രാവശ്യം 2 പ്രാവശ്യം കേട്ട ആൾക്കാരുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ചോദിക്കും. രജനി എനിക്കൊന്ന് പുതിയതാണെന്ന് തോന്നുന്നു, ബാക്കി എല്ലാവരും എനിക്ക് അറിയുന്ന ആൾക്കാരാണ്, ഒരു പ്രാവശ്യങ്ങൾ പ്ലാൻ കേട്ട ആൾക്കാരാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണോ? ചോദിച്ചോളൂ. നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഡൗട്ട് കിടക്കുന്നുണ്ടോ, ടെൻഷൻ കിടക്കുന്നുണ്ടോ? ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ആൻഡ്രേയക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻഡ്രേയക്ക് എന്തെങ്കിലും സംശയം ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? ആൻഡ്രേ ചെയ്യേണ്ട കാര്യം, ശ്രീജൻ്റെ തന്നെ നമ്പർ വാങ്ങിക്കുക, എനിക്കൊരു മെസ്സേജ് അയക്കാം. എന്ത് ഡൗട്ടും എന്ത് പ്രോബ്ലം നിങ്ങൾ മനസ്സിൽ ഫീൽ ചെയ്യുന്നുണ്ടോ എനിക്ക് മെസ്സേജ് അയച്ചോളൂ കേട്ടോ. ഒരു മടിയും വേണ്ടോ, ഞാൻ ക്ലിയർ തരും. എന്നിട്ട് നിങ്ങൾ ഒരു 5 ലക്ഷം രൂപ മാസ വരുമാനം വേണോ, അതിന്റെ സ്ട്രക്ചർ ഞാൻ വരച്ചയച്ചുതരാം. 5 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് നിങ്ങൾ എത്ര സമയം നിങ്ങൾക്ക് കമ്മിറ്റഡ് നിൽക്കാൻ പറ്റും, ഞാൻ പറഞ്ഞുതരാം. ക്ലിയർ ആണോ? മെയിൻ പണി അടിക്കാൻ നേരത്തെ ആരെങ്കിലും ഒരാൾ അവിടെ വർക്ക് സൈറ്റിൽ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഞാൻ അവരുടെ ഒരു ഇൻകം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർ 1 year ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കാരണം നമ്മൾ വേറൊരാളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയണമല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് നിങ്ങൾ ആരുടെയും ഇൻകം നോക്കി വർക്ക് ചെയ്യണം ആൻഡ്രേ. കാരണം എൻ്റെ ടീമിൽ 50,000 വരുമാനം വാങ്ങിക്കുന്ന 60,000 വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. ആ 50,000 വരുമാനം വാങ്ങിക്കുന്നവര് വന്ന അന്ന് തന്നെ ആ 50,000 രൂപ വരുമാനം വാങ്ങിക്കുന്ന വീട്ടമ്മ ജോയിൻ ചെയ്ത് അതേ ദിവസം ജോയിൻ ചെയ്ത വ്യക്തി ഇപ്പം 4 വർഷമാവന വന്നു, ഇപ്പോഴും 4,000 രൂപ വരുമാനമായിട്ടില്ല. ക്ലിയർ ആയോ? അവർക്ക് ഇപ്പൊ ആൻഡ്രേ ഇന്ന് ജോയിൻ ചെയ്തില്ല. ഇന്ന് ആൻഡ്രേ വന്ന ദിവസം ഇതിനകത്തിലെ രജനി ആദ്യമായിട്ടാണ്, റംല ഇന്നലെ വന്ന ആളാണ്, അസീന കഴിഞ്ഞ ആഴ്ച വന്ന ആൾക്കാരാണ്, ജാസ്മി 1 മാസമായി വന്നിട്ടുള്ളൂ. ഇങ്ങനെ ഈ ജോയിൻ ചെയ്ത വ്യക്തി ചിലപ്പോൾ ആൻഡ്രേ അടുത്ത വർഷം ചിലപ്പോൾ 1 ലക്ഷം വരുമാനം വാങ്ങിക്കുന്നുണ്ടാവും. ഇന്ന് വന്നിട്ട് ഇതിൽ മറ്റുള്ള ചിലപ്പോൾ 3,000 പോലും വാങ്ങിക്കില്ല അടുത്ത വർഷം. അതുകൊണ്ട് ആരെയും നോക്കണ്ട കേട്ടോ. ആൻഡ്രയുടെ കഴിവ് എന്താണോ, നിങ്ങൾ ഇതിന് എത്ര കമ്മിറ്റഡോ അതേ നിങ്ങളുടെ വരുമാനം. ആരുടെ വരുമാനം നോക്കി പറയണം. നിങ്ങൾക്ക് ആകെയുള്ള സംശയം തരും, ഇത് കിട്ടുമോ എന്നുള്ള സംശയം ഉള്ളിലുണ്ടാവും. അല്ല, വരുമാനം കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ മാത്രമേ കൺഫ്യൂഷൻ ഉള്ളൂ. അതിന് നിങ്ങൾ ആകെ ചെയ്യേണ്ടത് എന്തെങ്കിലും 1-2 സാധനം വാങ്ങിച്ച് ഉപയോഗിച്ച് നിങ്ങൾക്ക് അടുത്ത മാസം 10-ാം തീയതി വരുമാനം വരും. പിന്നെയുള്ള സംശയം, ഇത് ആദ്യം പിന്നെ വരുമാനം വരും പിന്നെ തരാൻ നിൽക്കുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? 21 കൊല്ലമായി ഇത്. അന്ന് 2004 തുടങ്ങിയ വ്യക്തിയുടെ വരുമാനം 1,68,00,000 രൂപയായി കേട്ടോ. അവരെല്ലാ മാസവും ഒരു വരുമാനം വാങ്ങുന്ന സമയത്ത് അത് ഗ്രൂപ്പിൽ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിൽ നമ്മുടെ സാലറി സ്ലിപ്പ് ഉണ്ട്, അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അതിന് ഡ്യൂപ്ലിക്കേഷൻ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾ അപ്ലിക്കേഷനിൽ നമ്മുടെ പേയ്മെന്റ് വരുന്ന സ്ലിപ്പില്ല, അത് കണ്ടാൽ മനസ്സിലാവും.
ആ വരുമാനം നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത്, മറ്റുള്ളവർക്ക് എത്രയാണ് കിട്ടുന്നത് കറക്റ്റ് മനസ്സിലായി എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല കേട്ടോ. നിങ്ങളത് ഇതിലേക്ക് വരുമ്പം ഒരു മാസമാകുമ്പോൾ അതിലേക്ക് ഉള്ളിൽ തന്നെ വിശ്വാസം വരും. നമ്മൾ പറയേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് 100% ഇനി ഇന്ത്യയിൽ നിങ്ങൾ ഏതെങ്കിലും കമ്പനി ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ടോ, അതിനേക്കാൾ ഒരു 10% കൂടുതൽ വിശ്വസിക്കാൻ പറ്റും വെസ്റ്റീജിന്. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തെ ഇന്ത്യയിലുള്ള ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന സ്ഥാപനം ഏതാണോ അതിനേക്കാളും ഒരു 10% വെസ്റ്റീജിന് വിശ്വസിക്കാം കേട്ടോ, പേടിക്കണ്ട. ഓക്കെ ഓക്കെ. അതുപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സും റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടല്ലേ, അവരോട് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് കെയർ കിട്ടുന്നത്, അതിനേക്കാളും കെയർ ഉണ്ടാവും ഈ ടീമിൽ നിങ്ങൾ നിൽക്കും കേട്ടോ. അത്രയും കെയർ ചെയ്ത് പോകുന്നുണ്ടാവും, പേടിക്കണ്ട. നിങ്ങൾ ഏതെങ്കിലും ജോലി ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തി നിങ്ങൾക്ക് പാർട്ട്ണർമാരുണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്നതിനേക്കാളും നിങ്ങളെക്കാളും കൂടുതൽ നിങ്ങളെ കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യുന്നതിന് നിങ്ങളുടെ വരുമാനം എത്തിച്ചാൽ മതി. അൻഡ്രയ്ക്ക് ഒരു 5000 രൂപ വരുമാനം വേണമെങ്കിൽ അതിന്റെ 3/4 വർക്ക് ചെയ്യുന്നത് നിങ്ങൾ അപ്ലൈനായി. അൻഡ്രയേക്കാളും ഒരു 3/4 വർക്ക് ചെയ്യുന്നത് നിങ്ങളെ വരുമാനം ഉണ്ടാക്കി തരാൻ അവരായിരിക്കും ചെയ്യുക. അത് വാങ്ങിച്ച അവർക്ക് എല്ലാവർക്കും അറിയാം കേട്ടോ. എന്റെ ടീമിൽ കഴിഞ്ഞ മാസം ഒരു വ്യക്തി ക്വാളിഫൈ ചെയ്തിട്ട് 4000 രൂപ 4500 ഈ മാസം വരുമാനം വാങ്ങിക്കുന്നത്. ആ വ്യക്തി അറിഞ്ഞത് അതായതിനു ശേഷമാണ്. അവരുടെ വരുമാനം ഈ മാസം 4000 രൂപയാണെന്ന് അറിയുന്നത് ഞാൻ ആ ഫോട്ടോ ഗ്രൂപ്പിൽ ഇട്ട സമയത്ത് അവരറിഞ്ഞത്. അതുവരെ അവരറിഞ്ഞിട്ടില്ല. അതിനെ കഴിഞ്ഞ മാസം വാങ്ങിച്ചത് 1200 രൂപ വാങ്ങിച്ചത്. ഈ മാസം 4500 ആയി, ഒന്ന് ഫോട്ടോ അയച്ചു തരൂ എന്ന് ചോദിച്ചപ്പോഴാണ് ആയാ ഞാൻ അറിഞ്ഞിട്ടില്ല സാറേ എന്ന് പറഞ്ഞത്. മനസ്സിലായി? അങ്ങനെയാണ് ഈ ബിസിനസ്. കാരണം അവരുടെ വരുമാനം കൂടുമ്പോഴേ എനിക്കൊരു 500 രൂപ കൂടുള്ളൂ. അതുകൊണ്ടാണ്. അപ്പൊ ആൻഡ്രയെ വേണ്ടാന്ന് വെച്ചാലും നിങ്ങളുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യും കേട്ടോ. പക്ഷെ നിങ്ങളതിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വരുമാനം കിട്ടത്തുള്ളൂ. നിങ്ങൾ സിസ്റ്റമാറ്റിക് ആണെങ്കിൽ അതിന് സ്ട്രക്ചർ ഉണ്ട്. അതാ ഞാൻ പറഞ്ഞ ടേൺ ഓവർ പ്ലസ് സ്ട്രക്ചർ പ്ലസ് നമ്മൾ അതനുസരിച്ച് പിന്നുകൾ മാറിക്കൊണ്ടിരിക്കണം കേട്ടോ. അതെല്ലാം നിങ്ങൾക്ക് പഠിപ്പിച്ച് ഇതിൽ ഇൻകം പ്ലാനൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് സീരിയസ് ആയി വരുന്ന സീനിയറായി വരുന്ന സമയത്ത് നിങ്ങൾ ഓരോ ദിവസവും എത്ര കാലം മുന്നോട്ട് പോക്കണം നമ്മൾ പറഞ്ഞു. ആൻഡ്രയ ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്, അടുത്ത മാസം നിങ്ങൾ വരുമാനം അവിടെ നിന്ന് കുറച്ച് കുറയാൻ സാധ്യതയുണ്ട്, അപ്പോൾ ഇവിടെ കുറച്ച് വർക്ക് ചെയ്തോ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ വർക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കണം പറഞ്ഞ് മനസ്സിലാക്കി തരും. ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ നിങ്ങൾ കേൾക്കത്തില്ല. ആ വരുമാനം അവിടെ 1000 രൂപ കുറയുമ്പോൾ ഇയാൾ അന്ന് പറഞ്ഞ കറക്റ്റായിരുന്നു, ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു അന്നേരം തോന്നും. എല്ലാ കാര്യവും നിങ്ങൾക്ക് അനുഭവത്തിൽ മാത്രമേ പഠിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ പറയുന്നത് 100% സത്യസന്ധമാണെന്നുള്ളത് ആ സമയത്തേ മനസ്സിലാവത്തില്ല കേട്ടോ. അത് വേറെ വിശ്വസിക്കാൻ മടിയില്ല, കാരണം നമ്മൾ മുമ്പിൽ പരിചയമില്ല. ഇതിൽ ഒരാളെയും നിങ്ങൾക്ക് പരിചയമില്ല അല്ലെ. നമുക്ക് ഏറ്റവും പരിചയമുള്ള നമ്മൾ ചങ്ങായിമാരും ഏറ്റവും നല്ല ബന്ധക്കാരായിട്ട് നമ്മൾ ഇതിൽ റിജക്ഷൻ കൂടുതൽ തരും കേട്ടോ. ഏറ്റവും കൂടുതൽ റിജക്ഷൻ നിങ്ങളെ ഫാമിലിയിൽ നിന്നും നിങ്ങളെ ചങ്ങായിമാരിൽ നിന്നായിരിക്കും. അതുകൊണ്ട് അവരെ ആരും ഈ ബിസിനസ് പ്രതീക്ഷിക്കണ്ട. അതെല്ലാം ഓൺലൈൻ എന്താണെങ്കിലും അങ്ങനെയാണ്. കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ഇതിലല്ല. കുറെ കാര്യങ്ങൾ വർക്ക് ഫ്രം ഹോം ഞാൻ നോക്കിയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അറിയാം, ഇതൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക്. ഞാൻ ഈ ബിസിനസ്സിൽ ആദ്യമായിട്ടാണ് ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയിൽ വരുന്നത്. എനിക്ക് അറിയത്തില്ല ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. എനിക്ക് പേടിയാവുണ്ട്. ആരൊക്കെയോ പറയുന്ന കേട്ട് ശീലമുള്ളൂ, ഇങ്ങനെ ആ ഉടായ്പ മണി ചെയ്യാനൊക്കെ കേട്ട് പരിചയമുണ്ട്. അവിടെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ കേട്ട ഉടനെ എന്തോ ഒരു നല്ല സംതിങ് എന്ന് തോന്നിയപ്പോൾ ഞാൻ എൻ്റെ ചങ്ങായിമാരെ മുഴുവൻ വിളിച്ചു. അതിനുശേഷം 4 വർഷം വരെ ആ ചങ്ങായിമാരെ ഇതുവരെ കോൺടാക്ട് ചെയ്തില്ല ആരും. 17 ചങ്ങായിമാർ അതിനുശേഷം കണക്ഷനില്ല, ഇതുവരെ ഒരു കണക്ഷനില്ല. അതുവരെ നമ്മൾ വർഷങ്ങളായിട്ട് ഒരുമിച്ച് ചെറുപ്പത്തിലുള്ള ചങ്ങായിമാരെ എപ്പോഴും വിളിക്കുന്ന, ഫോൺ ചെയ്യുന്ന, വീഡിയോ കോൾ ചെയ്യുന്ന, മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ. അവരായിട്ട് ഇപ്പോൾ ആരും കണക്ഷൻ. കാരണം ഈ ഓപ്പർച്യൂണിറ്റി ആദ്യം ഷെയർ ചെയ്ത് അവരിലേക്കാണ്. മനസ്സിലായി? അപ്പൊ അന്നൊരു വാശിയാണ് അവരെ മുന്നിൽ വിജയിച്ച് കാണിക്കാനും ഇതിലൂടെ വലിയൊരു ഓൺട്രപ്രണറായി മാറാനും ലക്ഷറി ലൈഫിലേക്ക് ആയി കാണിച്ചു കൊടുക്കാനും. കാരണം നമ്മളിതിൽ ലക്ഷറി വരുമാനം വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ലക്ഷറി ലൈഫ് എൻജോയ് ചെയ്യുന്ന സമയത്ത് അവർ ജോലിയൊക്കെ മതിയേക്ക് റിട്ടയർമെന്റ് ലൈഫിൽ ഒന്നുമില്ലാതെ മക്കളെ ആശ്രയിച്ചിരിക്കുന്ന സമയം വരും. അന്നേരമാണ് തോർക്കത്തുള്ളൂ. അതാണ് നമ്മുടെ ലക്ഷ്യം. ക്ലിയർ ആവുന്നുണ്ടോ? എന്നോടൊപ്പം വർക്ക് ചെയ്ത് എന്നോട് റിജക്ഷൻ ആക്കി കളിയാക്കിയ വ്യക്തികൾ കുറച്ച് കഴിയുമ്പോൾ ഒരു 55 വയസ്സും അവർ റിട്ടയർമെന്റ് ലൈഫാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒരു 40-55 വയസ്സും നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക് എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, വയസ്സായില്ലേ, 45 ആയില്ലേ, ഇനി ഇതൊക്കെ മതി, ഇനി മക്കളൊക്കെ അധ്വാനിച്ച് തരുന്ന പൈസ കൊണ്ട് ജീവിക്കാമെന്ന് ചിന്തയാണ് എല്ലാ 45-50 വയസ്സ് കഴിഞ്ഞ് അച്ഛനമ്മമാർ ചിന്തിക്കാറ് അല്ലേ. ആ സമയത്ത് നമ്മൾ ലക്ഷങ്ങൾ വരുമാനം വാങ്ങി. ഇനി 86 വയസ്സുള്ള ബാലസുബ്രഹ്മണ്യ സാറ് ഗവൺമെന്റ് ജോലി റിട്ടയർമെന്റിന് ശേഷം ഈ ബിസിനസ് വന്ന് ജോയിൻ ചെയ്തതാണ്. 5 ലക്ഷം രൂപ മാസം വരുമാനം വാങ്ങിക്കണം. 76 വയസ്സുള്ള ഭരതേട്ടൻ, തൃശ്ശൂർ ജില്ലയിലെ ഭരതേട്ടൻ ഡെപ്യൂട്ടി തഹസീൽദാറായിരുന്നു. 60ാമത്തെ വയസ്സിലാണ് ഈ ബിസിനസ് ജോയിൻ ചെയ്തത്. ഇന്ന് 14 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്നു. അദ്ദേഹത്തിന് മകൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നേരെ ഈ ബിസിനസ് ചെയ്യുക. 8 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്നുണ്ട്. മക്കളിലേക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ് കേട്ടോ.
ഓക്കെ ഓക്കെ നന്നായിട്ട് വിശ്വസിക്കുക ആൻഡ്രി, അത്രേ നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾ ചെയ്യണമെന്ന് ഒന്നും നമ്മൾ പറയത്തില്ല. നിങ്ങൾ ഇതിനെ അറിയാനെങ്കിലും കിട്ടിയ അവസരത്തെ, നിങ്ങൾക്ക് ജീവിതത്തിൽ ഇത്രയും കാലം ഒരുപാട് ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടാവും. ഈ ഓപ്പർച്യൂണിറ്റി ഇടയിൽ നല്ലൊരു അവസരം ദൈവം നമുക്ക് തരും. ഒരിക്കലും ഒരു പ്രാവശ്യം തരും, എപ്പോഴും നമ്മൾ ബുദ്ധിമുട്ടിക്കത്തില്ല. ആ ഒരു അവസരം നല്ലതാണോ മോശമാണോ അറിയാൻ ശ്രമിക്കും കേട്ടോ. ഓക്കെ ഓക്കെ ഏത് സാധനത്തിനെയും നമ്മൾ പുറത്തുനിന്ന് കണ്ടുകൊണ്ട് വിലയിരുത്താതെ അതിന്റെ ഉള്ളിലോട്ട് വന്ന് നോക്കൂ. അല്ല, നിങ്ങൾ ഇവിടെ 1 ലക്ഷം 2 ലക്ഷം രൂപ കൊടുത്തിട്ടല്ല ചെയ്യുന്നത്. അപ്പോഴെല്ലാം നമുക്ക് പേടിക്കണ്ടു. അല്ല, ഇന്നിപ്പോ വിദേശത്ത് ഒരു മലേഷ്യയിലോ അല്ലെങ്കിൽ ബെൽജിയത്തോ ഏതെങ്കിലും രാജ്യത്ത്, കാനഡയിലൊക്കെ ഒരുപാട് ജോബ് വേക്കൻസി വരാനുണ്ട്. അവർ ആദ്യം 2 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടാണ് നമുക്ക് ആ ജോബൊക്കെ തരുന്നത്. അല്ലേ? ഇവിടെ നിങ്ങൾ ഒന്നും പൈസ കൊടുക്കാതെ എന്തെങ്കിലും 2-3 സാധനം വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കി ആ കമ്പനിയെ മനസ്സിലാക്കിയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളോടൊപ്പം വരുന്ന ആൾക്കാർ അങ്ങനെ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ആരെയും ബൾക്കായിട്ട് കുറേ സാധനം വാങ്ങിപ്പിച്ചില്ല. അപ്പോൾ പേടിക്കണ്ട. വേണ്ടെങ്കിൽ ആൻഡ്രയ്ക്ക് എപ്പോൾ വേണമെങ്കിലും കളഞ്ഞിട്ട് പോകാൻ പറ്റും. പ്രൊഡക്റ്റ് മോശമാണ് വേണ്ടാന്ന് പറഞ്ഞാൽ പോകാം, കുഴപ്പമില്ല. നല്ലതാണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ വാങ്ങിക്കുന്നുണ്ടോ. പിന്നെ അതിൽ കിട്ടുന്ന ചെറിയ വരുമാനം, ആദ്യമൊക്കെ ചെറിയ പ്രോഫിറ്റ് ഉണ്ടാവും കേട്ടോ. എനിക്ക് 147 രൂപ എൻ്റെ ആദ്യത്തെ വരുമാനം. ഞാൻ ഹാപ്പി ആയിരുന്നു. കാരണം എനിക്ക് ഇതുവരെ ഒരു കമ്പനി അങ്ങനെ സാധനം വാങ്ങിക്കുമ്പോൾ പൈസ തന്നിട്ടില്ല, ഫ്രീ പ്രൊഡക്റ്റ് തന്നിട്ടില്ല. ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ഇതുവരെ ഒരു സിനിമാ താരം പരസ്യം പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല. മനസ്സിലായി? എനിക്ക് ഈ കമ്പനിയിൽ വന്ന ശേഷം എനിക്ക് സിനിമാ താരത്തിന് ഇപ്പൊ തീരെ ഇഷ്ടമല്ല. പണ്ട് ഞാനൊക്കെ ഓരോ സിനിമാ താരങ്ങളുടെ ഫാനായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവരെന്തുകൊണ്ട് ഈ പൈസ വാങ്ങിച്ചു ഞാൻ ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കോടികൾ വാങ്ങിച്ചുകൊണ്ട് നമുക്ക് തരുന്ന പ്രൊഡക്റ്റ് മുഴുവൻ കെമിക്കലാണ്. അത് എങ്ങനെയാണ് മനസ്സിലാവുന്ന വെച്ചാൽ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ മനസ്സിലാക്കുക, ഇങ്ങനത്തെ പ്രൊഡക്റ്റ് ഒക്കെ മാർക്കറ്റിൽ കിട്ടുമോ നമ്മൾ ചിന്തിച്ചു പോകും. മനസ്സിലാവുണ്ടോ? ഒരു പല്ല് തേക്കുന്ന പേസ്റ്റ് ഉപയോഗിച്ചിട്ട് അത്രയും കഠിനമായി വന്ന പല്ലുവേദന ഒരു പേസ്റ്റ് എടുത്ത് പല്ല് തേക്കുമ്പോൾ മാറുമെന്ന് ഞാൻ ചിന്തിച്ചു നോക്കി. സെൻസോഡിൻ പേസ്റ്റ് പറ്റുമോ അങ്ങനെ ആൻഡ്രയ? സെൻസോഡിൻ പേസ്റ്റ് നല്ലൊരു പല്ലുവേദനയുള്ള വ്യക്തി നിങ്ങളാണെങ്കിൽ പല്ല് പേസ്റ്റ് മാറുമോ? പെയിൻ കില്ലർ കഴിക്കണം നിങ്ങൾ, എന്നാലേ മാറത്തുള്ളൂ. ഈ പേസ്റ്റിന്റെ ഗുണം ഗ്രാമ്പൂവിന്റെ പേസ്റ്റാണ്. ഒരു തേപ്പിൽ ആ പല്ലുവേദന മാറും. 63 രൂപയുള്ളൂ. പല്ല് പുളിപ്പെല്ലാം പാരമായ റിസൾട്ടാണ്. ഡാൻഡ്രഫ്, ഡാൻഡ്രഫിനൊക്കെ എന്ത് റിസൾട്ടാണ് നമ്മുടെ ഷാമ്പു. ചെറിയ പൈസ 154 രൂപയെ ഷാമ്പു ഉള്ളൂ. കിടിലൻ ഷാമ്പു ആണ്. മുടി വളരാനുള്ള ഹെയർ ഓയിൽ അതിനും അത്രയേ ഉള്ളൂ, 154 രൂപയുള്ളൂ. ഇതെല്ലാം വലിയ വിലയാണോ ആൻഡ്രയ? അതെ ഷുഗറിന്റെ സപ്ലിമെന്റിന് 334 രൂപ. നിങ്ങൾ ഹെർബാ ലൈഫ് കമ്പനി കണ്ടിട്ടുണ്ടാവും. ഹെർബാ ലൈഫിന്റെ കാൽസ്യത്തിന്റെ വില 2600 രൂപയാണ്. നമ്മുടെ കമ്പനിയുടെ കാൽസ്യത്തിന്റെ വില 220 രൂപയാണ്. വില വ്യത്യാസം കണ്ടോ? നമ്മുടെ കാൽസ്യം, മാഗ്നീഷ്യം അടങ്ങിയ കാൽസ്യം അബ്സോർവ് ചെയ്യാൻ എളുപ്പമാണ്. നമ്മുടെ കമ്പനിയുടെ ഷുഗറിന്റെ സപ്ലിമെന്റ് 334 രൂപയാണ്. ഇൻഡസ് വ്യൂ പറഞ്ഞ കമ്പനി, അതിന്റെ ഷുഗറിന്റെ സപ്ലിമെന്റ് വില 3250 രൂപയാണ്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്ത മാസം ഷുഗർ കൂടി വരും. മനസ്സിലായില്ലേ? അത് നമ്മുടെ ഷുഗറിന്റെ സപ്ലിമെന്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ മാസം കൊണ്ട് ഷുഗർ കൺട്രോളിലാണ്. ഉപയോഗിച്ചവരെല്ലാം ഹാപ്പിയാണ്. കിട്ടണമെന്നോ? അതാ പറയാം, ഇതിനൊന്ന് ശരിക്കും അറിയൂ, മനസ്സിലാക്കൂ. കിട്ടിയ അവസരം, നിങ്ങൾക്ക് നല്ല ലീഡർഷിപ്പുള്ള വ്യക്തിയാണ്, നിങ്ങൾക്ക് അവസരം. പ്രൊഡക്റ്റിന്റെ ഒക്കെ ഡെമോ ഇതൊക്കെ കാണും അല്ലേ? അതെല്ലാം നിങ്ങൾക്ക് എല്ലാ സംഭവം, നിങ്ങൾക്ക് ഇതിൽ എല്ലാ കാര്യം നിങ്ങളിലേക്ക് എല്ലാം എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ കമ്മിറ്റഡ് ആണ്. നിങ്ങൾക്കിത് മനസ്സിലാക്കി തരാണ്, നിങ്ങളെ ലീഡറാക്കി മാറ്റാണ്, നിങ്ങളിലൂടെ ഇതിൽ വലിയൊരു ബിസിനസ് ആക്കി മാറ്റാണ്. നിങ്ങളൊരു വലിയൊരു ഫ്രാഞ്ചൈസി മാറുന്നുണ്ടാവും. കോടിക്കണക്കിന് ബിസിനസ് ആൻഡ്രേ വഴി വരും കുറച്ച് ചെയ്യുമ്പോൾ കേട്ടോ. നിങ്ങളിലൂടെ കോടിക്കണക്കിന് ടേൺ ഓവർ വരും കുറച്ച് ചെയ്യുമ്പോൾ കേട്ടോ. അങ്ങനെയുള്ള ലീഡറാക്കി മാറ്റും നമ്മൾ നിങ്ങൾ. ഓക്കെ, ഓക്കെ ഓക്കെ സംശയിക്കാതിരിക്കും കേട്ടോ. സംശയിച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതെന്നല്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലെ? ഡൗട്ടൊന്നുമില്ല. പേടിക്കണം കേട്ടോ. നമ്മളിപ്പോൾ MBA ഒക്കെ ചേരുന്നു അല്ലെങ്കിൽ MBBS ചേരുന്നു, ആ കോളേജിൽ പോയി ചോദിക്കുക നമ്മൾ, ഞാൻ ഇത്രയും പൈസ കൊടുത്ത് കഷ്ടപ്പെട്ടിട്ട് MBA ഒക്കെ ചേരുകയാണ്, ജോലി കിട്ടുമോ, ഗ്യാരണ്ടി വല്ലതും ഉണ്ട്? ഇങ്ങനെ ആരും ചോദിക്കാറുണ്ടോ? ആരും ചോദിക്കത്തില്ല. MBBS പഠിക്കുമ്പോൾ ഡോക്ടർ ആവാൻ പറ്റുമോ, കംപ്ലീറ്റ് പാസ്സാവാൻ പറ്റുമോ? ഒന്നുമില്ല. നമ്മൾക്കൊരു ആഗ്രഹം, നമ്മുടെ സ്വപ്നമാണ് ഡോക്ടർ ആവുക അല്ലെങ്കിൽ എഞ്ചിനീയർ ആവുക എന്നുള്ളത്. അതിനുവേണ്ടി കഷ്ടപ്പെട്ട് പഠിക്കുകയാണ്. പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ജോലി കിട്ടാറുണ്ടോ ആൻഡ്രിയ? നിങ്ങൾ എന്താ പഠിച്ചത്? നിങ്ങൾ പഠിച്ച ആ ജോലി കിട്ടാറുണ്ടോ? ചിലപ്പോൾ കിട്ടിയേക്കും, ചിലപ്പോൾ സാഹചര്യങ്ങൾ പോകാൻ പറ്റാതെ വരാറുണ്ട്. അല്ലേ? എന്നിട്ട് അത് ഞാൻ ചെയ്യുന്നുണ്ടോ? ഞാൻ എന്റെ കാര്യത്തിൽ ഡിഫറെന്റ് ആണ്. ഞാൻ ശ്രമിച്ചിട്ടില്ല, ഈ ഏജ് വരെ ഞാൻ ശ്രമിച്ചിട്ടില്ല ജോലിക്ക് വേണ്ടി. പക്ഷെ ഞാൻ ഓൺലൈൻ വർക്കൊക്കെ വീട്ടിലിരുന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുണ്ട്. അപ്പോ ശ്രമിക്കാത്തതും നമ്മൾ ചെയ്യാത്തതും വേറെ, രണ്ടും ഡിഫറെന്റ് ആണല്ലോ. നിങ്ങൾ ഓൺലൈൻ ശ്രമിച്ചല്ലോ? ഉണ്ട്. അത് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ യൂട്യൂബർ ആണ്. പിന്നെ വേറെ ഓൺലൈൻ ജോബ്സ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ ചെയ്യുന്നില്ല. യൂട്യൂബർ ആണ്. നിങ്ങളുടെ ബിസിനസ് എത്ര വലുതാന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ?
എനിക്ക് ഒരു യൂട്യൂബ് ഉപയോഗിക്കാൻ അറിയത്തില്ല, എനിക്ക് ഫേസ്ബുക്ക് നോക്കാത്തില്ല, ഇൻസ്റ്റാഗ്രാമത്തും ഇല്ല. ഞാൻ ഇന്ന് 13 രാജ്യത്ത് ബിസിനസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ യൂട്യൂബർ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇത് പഠിക്കൂ, നന്നായി പഠിക്കൂ, മനസ്സിലാക്കൂ. നിങ്ങൾക്ക് ബിസിനസ് അടിപൊളിയായി റീച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ ഓക്കെ. ഇതിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു സെഷൻ ഉണ്ടായിരുന്നു, യൂട്യൂബർ തന്നെയാണ്. ഈ ബിസിനസ്സിലൂടെ ആ ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കുന്ന യൂട്യൂബറാണ്. അതിൽ യൂട്യൂബറാണ് ഈ ബിസിനസ് വരാൻ മടിയുണ്ടായിരുന്നു, പക്ഷെ അവർക്ക് ഹെൽത്ത് പ്രോബ്ലം വന്ന സമയത്ത് ഒരാൾ ഈ കമ്പനി പ്രൊഡക്റ്റ് പറഞ്ഞു കൊടുത്ത സമയത്ത് ആ ഹെൽത്ത് ക്ലിയർ ആയ ശേഷം അവർ ഈ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്ത് ഇതിലൂടെ ഫേമസ് ആയി ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കുന്ന ആളാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇതിൽ പ്രൊഡക്റ്റ് സെഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ജുമൈല എന്ന് പറഞ്ഞ ലേഡി, മലപ്പുറം. ആഹാ ആഹാ. അതിൻ്റെ എൻ്റെ യൂട്യൂബ് ചാനലിൽ അതുണ്ട്, റെക്കോർഡ് സെഷൻ ഉണ്ട്. അത് കിട്ടും. കഴിഞ്ഞ ആഴ്ച സെഷൻ ആയിട്ട് ആ ലേഡി യൂട്യൂബറാണ് കേട്ടോ. നിങ്ങൾ ആഹാ. കുറച്ച് ഫോക്കസ് ചെയ്യും ബിസിനസ്സിലൂടെ. നിങ്ങൾക്ക് ഇത് നിങ്ങൾ ഇതിൽ വന്ന് പെട്ടെന്ന് ദൈവം കൊണ്ട് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന കേട്ടോ. ഇതിലൂടെ ഒന്നും കൂടെ ഫേമസ് ആവാനും ഒന്നും കൂടെ വരുമാനം ലക്ഷറി ലൈഫിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഒരു അവസരമാണ്. വേണമെങ്കിൽ അറിയാനും പഠിക്കാനും ശ്രമിക്കുക കേട്ടോ. ഞാന് ശ്രീജ മേഡത്തിനടുത്ത് ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. ആക്ച്വലി ഞാൻ പറഞ്ഞു, ആദ്യമേ ഞാൻ ചോദിച്ചിരുന്നു എന്തോരം ഇൻവെസ്റ്റ്മെന്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ കുറെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വെറുതെ അതൊക്കെ അങ്ങനെ കിട്ടാതെ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത്രേ വിചാരിക്കുന്നുള്ളൂ, എനിക്കിപ്പോ കുറച്ചൊരു ഫ്രീ ടൈം ഉണ്ട്, അതെനിക്ക് എങ്ങനെ പ്രൊഡക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ള ഒരു കാര്യം മാത്രമേ ഞാൻ ഇപ്പൊ തിങ്ക് ചെയ്യുന്നുള്ളൂ. അപ്പൊ അതേപോലെ തന്നെ ഓൾറെഡി ഞാൻ യൂട്യൂബ് ചെയ്യുന്നുണ്ട്, പിന്നെ വേറെ ബിസിനസ് കാര്യങ്ങളുണ്ട്. പക്ഷെ എനിക്ക് ബാക്കി സമയം കൂടെ എനിക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ മൈൻഡ് കോച്ച് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇപ്പൊ ചെയ്യുന്നില്ല. അപ്പൊ ആക്ച്വലി ഞാൻ അങ്ങനെ അതിന്റെ ചെയ്യണോ ചെയ്യണ്ടേ, അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സ് പഠിപ്പിക്കണോ ഓൺലൈൻ ആയിട്ട് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് ഇപ്പൊ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നപ്പോ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തുന്നത്. ഓക്കെ, ഇതൊന്ന് കുറച്ച് സീരിയസ് ആയി നോക്കൂ. കാരണം നമ്മുടെ മംഗലാപുരത്ത് ഒരു ശിവൻ ഗോസ്വാമി ഉണ്ട്. ശിവൻ ഗോസ്വാമി 18ാമത്തെ വയസ്സിൽ ബിസിനസ് വന്ന വ്യക്തിയാണ്. ഇന്ന് 29 വയസ്സായി അദ്ദേഹത്തിന്. വെസ്റ്റീജ് കമ്പനിയുടെ അംബാസിഡർ ആണ് ഇപ്പോൾ. ഏകദേശം 19 ലക്ഷം രൂപ മാസം വരുമാനമുണ്ട്. ഓക്കെ 50 ലക്ഷത്തിന്റെ കാറാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ യൂട്യൂബ് അടിച്ചു ശിവൻ ഗോസ്വാമി അടിച്ചു നോക്കിയാൽ ഓക്കെ ഓക്കെ. ഈ ബിസിനസ്സിൽ 18ാമത്തെ വയസ്സിൽ വന്നാണ്. വെസ്റ്റീജ് കമ്പനിയുടെ അംബാസിഡറായി മാറി അദ്ദേഹം. ഇല്ല, ഒരു കാര്യം ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഒരു കാര്യം, ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കറിയാം, ഒരു കാര്യം ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് ഞാൻ 100% എഫേർട്ട് ഇടുന്ന ഒരാളാണ്. അപ്പൊ അതിന് ഞാൻ ടൈം കണ്ടെത്തുന്ന ഒരാളാണ്. അതിപ്പോ ഞാൻ 2ഉം 3ഉം കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്താലും അത് ആ ഒരു രീതിയിൽ എഫേർട്ട് ഇടുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഇതില്ല. പക്ഷെ ഇതിന്റെ ഇപ്പൊ മുഴുവനും കാര്യങ്ങൾ എനിക്ക് അറിയില്ല എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ മുഴുവൻ ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഇന്ന് ഫസ്റ്റ് ഡേ ആണല്ലോ ഞാൻ ജോയിൻ ചെയ്തിട്ട്. അപ്പൊ അതുകൊണ്ട് എഫേർട്ട് ഇടുന്ന കാര്യത്തിൽ 100% ഞാൻ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ പ്രസന്റേഷൻ ഒക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ ഒരു ഇതില്. ഞാൻ ഓൺലൈൻ വർക്ക് ചെയ്യുന്ന സമയത്ത് പ്രസന്റേഷൻ ഇതേപോലെ MC കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പൊ അതൊന്നും എനിക്ക് അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ഇല്ല. അതേപോലെ എഫേർട്ട് എത്രയാണെങ്കിലും 100% കൊടുക്കുന്ന ഒരാളാണ്. അതായത് ഞാൻ വേണമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിന് ഞാൻ എന്തായാലും അതിന് കൊടുക്കും. പിന്നെ ബാക്കി നമ്മുടെ ഒരു ലക്ക് ഒരു ഫാക്ടർ ഉണ്ട്, പിന്നെ വേറെയും കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഓക്കെ, എനിക്ക് അങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആകെ ആൻഡ്രോയിക്കുള്ള ഒരു ഒറ്റ കൺഫ്യൂഷൻ, ഇതിൽ വിജയിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചെറിയ ഇതേ ഉള്ളൂ. ഇത് കമ്പനി എങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നതാണെന്നൊരു ഒറ്റ കൺഫ്യൂഷൻ ഉള്ളിലുള്ള എനിക്ക് തോന്നുന്നത്. ധൈര്യമായിട്ട് നിങ്ങൾ അത് മാത്രമേ ഒരു കൺഫ്യൂഷൻ ഉള്ളൂ എനിക്ക് തോന്നുള്ളൂ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ നെയിം കേൾക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആംവേയുടെ പ്രൊഡക്ട്സ് 10-15 വർഷമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ആംവേ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ലീഡറെ പരിചയമുണ്ടെങ്കിൽ അന്വേഷിച്ച് നോക്കിയാൽ അവരെല്ലാം ഇതിനകത്തുണ്ടോ കേട്ടോ. ഏതെങ്കിലും ലീഡർ ആംവേയിൽ പരിചയമുണ്ടെങ്കിൽ അവരെല്ലാം ഇതിനകത്തുണ്ട്. അതുണ്ടാവാൻ ചാൻസ് ഇല്ല. എന്റെ ബ്രദർ ഇൻ ലോ ആണ് ചെയ്യുന്നത്. ബ്രദർ ഇൻ ലോ ആൻഡ് സിസ്റ്റർ ഇൻ ലോ. അവരും സാധനം വാങ്ങി ഉപയോഗിച്ച് മാത്രമേ ബിസിനസ് സീരിയസ് ആയി ചെയ്യുന്ന ആൾക്കാരെ ഞാൻ പറഞ്ഞിട്ടോ. അവര് നല്ല ഏർണിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. അവര് ലാക്സ് അവർക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത്. അവര് രണ്ടുപേരും രണ്ടുപേരും സെൻട്രൽ ഗവൺമെന്റ് ജോബ്, ഒരാൾ നേവി, ഒരാള് സെൻട്രൽ ഗവൺമെന്റ് ജോബ് ആയിരുന്നു. അപ്പൊ അത് റിസൈൻ ചെയ്തിട്ട് തന്നെ ചെയ്യുന്നതാണ്. ഇപ്പോഴും ചെയ്യുന്നുണ്ടോ? ഉണ്ട്. അവര് ലാക്സ് ഇതിന്ന് കിട്ടാൻ തുടങ്ങിയപ്പോഴാണ്. ഏത് സംസ്ഥാനത്തവരുള്ള ഇപ്പൊ? അവരിപ്പോ ആൻഡമാനിലാണ്. കേരളത്തിൽ നടക്കത്തില്ല, ബാക്കിയെല്ലാടെയും പറ്റില്ല. ഉണ്ട് കേരളത്തിലുണ്ട്. പക്ഷെ എനിക്കെന്തോ കേരളത്തിൽ സാധനം ഉപയോഗിക്കുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ കുറവ്.
അല്ലല്ല, ഉണ്ട് ഉണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് തന്നെ ഉണ്ട്. പക്ഷേ എനിക്ക് ആ ഒരു പ്രൊഡക്റ്റ് എന്നെ സംബന്ധിച്ച് ആ ഒരു ബിസിനസ് സക്സസ് ആയില്ല. ഞാൻ അത്ര ശ്രമിച്ചിട്ടും ഇല്ല. അതൊരു 10-15 വർഷം മുമ്പ് നല്ല ഹാർഡ് നമ്മളെല്ലാം വർക്ക്, ഓൺലൈൻ നല്ല ഹാർഡ് വർക്കാണ്. എല്ലാതും. അപ്പൊ നമുക്ക് അന്ന് ഒരു സമയം ഓഫ്ലൈൻ കാര്യങ്ങൾ, അപ്പൊ അന്നൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ, അതായത് നമുക്ക് പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യാനുള്ള കുറെ കാര്യങ്ങൾ, കുട്ടി ചെറുത് അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് അന്ന് പറ്റിയില്ല. അപ്പൊ എനിക്ക് അത് അത്ര, പിന്നെ ആ പ്രൊഡക്റ്റിന്റെ റേറ്റ് വെച്ചിട്ട് എനിക്ക് അത്ര ഒരു ഇതല്ല. എല്ലാവരും ഇപ്പൊ ഞാൻ അഫോർഡ് ചെയ്യുന്ന പോലെ വേറൊരാൾ പറയാൻ എനിക്ക് പറ്റില്ല. കാരണം അത്രയും അവർക്ക് അഫോർഡബിൾ ആയിരിക്കില്ല മേ ബി ആ ഒരു പ്രൊഡക്റ്റ്. അപ്പൊ അതിന്റെ ഒരു ഇതുകൊണ്ട് ഞാൻ ബാക്ക് ഔട്ട് ചെയ്തതാണ് അത്. ഇപ്പൊ ആൻഡ്രേ എവിടെ ഉള്ളു? ഇപ്പൊ ശരിക്കും നാട്ടിലെവിടെ ഉള്ളു? നാട്ടില് ഞാൻ പാലക്കാട് ചെർപ്പശ്ശേരിയാണ്. ഇപ്പൊ താമസിക്കുന്നത് എവിടെയാ? ഇപ്പൊ അവിടെ തന്നെയാണ് ഓക്കെ ഓക്കെ താമസിക്കുന്നത്. ആ ഓക്കെ. എന്തായാലും ഒന്ന് സീരിയസ് ആയി നിൽക്കട്ടോ. ഓക്കെ ഓക്കെ. ആ എനിക്ക് നല്ലൊരു കോൺഫിഡൻസ്, എനിക്ക് ഇതിൽ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, വേറെ ആരും പുതിയതില്ല, ബാക്കി എല്ലാവരും ഇതിലുള്ള ആൾക്കാർ തന്നെയാണ്. ഓക്കെ, നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ബാക്ക് ടു സൗമ്യ. താങ്ക് യു ഷാജി സാർ. സാർ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി. എല്ലാവർക്കും സംശയങ്ങൾ ഏകദേശം മാറിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ലൊരു തീരുമാനം എടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പരമാവധി മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്ത് കൂടുതൽ അറിവുകൾ നേടാൻ ശ്രമിക്കുക. നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തിയുമായി കോൺടാക്ട് ചെയ്യുക. ഈ ഒരു സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നന്മകൾ തരുന്നു. താങ്ക് യു ഓൾ. വിഷ് യു വെൽത്ത്.